അങ്ങയുടെ മുഖത്തേക്ക് നോക്കും. ഇതുവരെ കരുതിയ നാഥ, ഇതുവരെ നടത്തിയ നാഥ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ പാദപീഠത്തിൽ സാധുക്കൾ അടുത്തു വരുന്നു. ആണ്ടിന്റെ അവസാന കർത്തൃപകലിൽ കൂടി വന്നിരിക്കുമ്പോൾ കൃപ പകരണമേ, സാന്നിധ്യം പകരണമേ, ശക്തി അയക്കണമേ, ദൈവകൃപയാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ വലിയവനാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരമനുകൂലമായിട്ടിരിക്കണം. ഇന്നത്തെ ശുശ്രൂഷ അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മഹത്വം ഒന്നും വേണ്ട, കർത്താവിന്റെ മഹത്വം ഇറങ്ങണമേ, ദൈവമഹത്വം ഇവിടെ വസിക്കണമേ. പാടി ആരാധിപ്പാൻ കൃപ തരണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണം. അവരെ ആത്മാവിൽ പാടട്ടെ, അഭിഷേകത്തോടെ പാടട്ടെ, ശക്തിയോടെ പാടട്ടെ, ബലത്തോടെ പാടട്ടെ. അവര് പാടുമ്പോൾ സീനായി മലയിൽ തീ ഇറങ്ങിയതുപോലെ ഒരനുഭവം ഇവിടെ ഉണ്ടാകുവാൻ ദൈവമിടയാക്കണമേ. അതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ ആദരിക്കണമേ. എളിയവനെ ക്രൂശിന്റെ മറവിൽ നിർത്തണം. ശരീരത്തിന് ബലം നൽകണമേ. ശരീരത്തിന് വേണ്ടുന്ന ദൈവകൃപ പകരണമേ. ജനത്തെ ആശീർവദിക്കണമേ. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ഇരട്ടി അഭിഷേകം, ഇരട്ടി ബലം, ഇരട്ടി ശക്തി എല്ലാവരുടെ മേലും പകരണം. ബലത്തോടെ അവർ മടങ്ങാനിടയാക്കും. രോഗികളെ സൗഖ്യമാക്കും. യഥാസ്ഥാനങ്ങൾ നടക്കണം. കണ്ണുനീരുണ്ടാകണം. കരച്ചിൽ വരണം. യേശുക്രിസ്തുവിന്റെ നാമം ഇവിടെ ഉയരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഞങ്ങളെ നടത്തിയല്ലോ, ഞങ്ങളെ മാനിച്ചല്ലോ, ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്നല്ലോ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് ഈ ആരാധനയെ തൃപാദപീഠം ഏൽപ്പിക്കുന്നു. ദൈവനാമം മാത്രം ഞങ്ങളുടെ മഹത്വം എടുക്കണം. തിരുകൃപ പകർന്നാട്ട്, തിരുസാന്നിധ്യം പകർന്നാട്ട്, അങ്ങ് വരവിന് വേണ്ടി, അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണം. ഈ ആരാധനയിലാണ് അങ്ങ് വരുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നിച്ചങ്ങയോടൊപ്പമായിരിക്കാൻ ഇടയാകും. അല്ല എങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിനെ സ്തുതിച്ച് ബലത്തോടെ മടങ്ങുവാൻ ഇടയാക്കും. ദേശം, നാട്, ഭൂലോകമുള്ള ആരാധനയെല്ലാം അനുഗ്രഹിക്കും. ആരാധനയ്ക്ക് വിരുദ്ധമായി വരുന്ന എല്ലാ പോരുകളും യേശു കർത്താവിന്റെ നാമത്തിൽ നീക്കുന്നു. ജയം ഞങ്ങൾ കൽപ്പിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ പുനനാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവേ. ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും പാടിസ്തുതിക്കുകയും ചെയ്യാം. നമ്മുടെ കൊയറിനോട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവപിതാവേ, എന്നോടെ താതൻ നീ, ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നോ, നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം
എന്നും നീ യോഗ്യനാ. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ. ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നോ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനായി. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനായി. പാവനാത്മാവേ ആശ്വാസപ്രദൻ നീ. ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നോ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, യേശുവേ. ദൈവമേ നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനായി. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനായി. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ. അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ. അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ. അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, നീ നല്ലവൻ, സർവവല്ലഭൻ.
സർവവല്ലഭൻ അങ്ങേ പോലൊരു ദൈവമില്ല. യേശുവേ നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങേ പോലൊരു ദൈവമില്ല. പകൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ അങ്ങ് നല്ലവൻ, അങ്ങ് സർവവല്ലഭൻ. 2025 ഈ അവസാന മാസം 28-ാം തീയതി നമുക്ക് ഒരുമിച്ച് പിന്നെയും ഇവിടെ കൂടി വന്ന് ഈ കർത്താവ് നല്ലവനാണ്, വല്ലഭനാണ് സാക്ഷീകരിക്കുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? കഴിഞ്ഞ ആണ്ടിലെ കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാട്ട്, ഒന്ന് ഓർത്ത് നന്ദി പറഞ്ഞാട്ട്, ഇവിടെ വരെ ദൈവം കൊണ്ടുവന്നില്ലേ, ഇവിടെ വരെ ദൈവം കൊണ്ടുവന്നില്ലേ? നമ്മുടെ യോഗ്യത കൊണ്ടല്ലല്ലോ, നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ ഒന്നുമല്ലല്ലോ നമ്മൾ ഇവിടെ വരെ എത്തിയത്. കർത്താവിനോട് നന്ദി പറഞ്ഞാട്ട്. യോസേഫിനെ കുറിച്ച് നാം വായിക്കുന്നത്, എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രയീമിനും തൻ്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. ഇന്ന് കർത്താവ് കൂടെ ഇരുന്ന് സങ്കടങ്ങളിൽ നിന്ന് വിടുവിച്ചില്ലേ? ഇന്ന് കൂടെ ഇരുന്ന് നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് വിടുവിച്ചില്ലേ? അത് സാക്ഷീകരിക്കുന്നവർ അതരങ്ങളെ തുറന്നൊന്ന് നന്ദി പറഞ്ഞാട്ടെ, ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവെ, കൂടെ ഇരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പല കുറവുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു, പക്ഷേ കർത്താവെ കൂടെ ഇരുന്ന് അവിടുത്തെ വിശ്വസ്തതകൾക്ക് നന്ദി കർത്താവെ, അവിടുന്ന് കാണിച്ച കൃപകൾക്ക് നന്ദി കർത്താവെ. യോസഫിന് കൃപയും ജ്ഞാനവും പകർന്ന് അവനെ അനുഗ്രഹിച്ച് മാനിച്ചതുപോലെ കർത്താവെ, അവിടുത്തെ വിശേഷമായ ജ്ഞാനം കൊണ്ടും അവിടുത്തെ വിശേഷതയേറിയ കൃപ കൊണ്ടും ഞങ്ങളെ നിറച്ച് അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തിയ അവിടുത്തെ വിശ്വസ്തതകൾക്ക് നന്ദി കർത്താവെ, നന്ദി കർത്താവെ. എസ്തേറിന് രാജാവിന് പക്ഷവും കൃപയും തോന്നിയത് പോലെ കർത്താവ്, ഒരു യോഗ്യതയും ഇല്ലായിരുന്നുവെങ്കിലും ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളോട് കാണിച്ച മഹാകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഉദ്ധാരണത്തിനു കൂടെ കാരണമാകത്തക്ക വിധത്തിൽ എന്നോട് ചേർന്ന് നിൽക്കുന്നവർക്കും ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർക്കും ഈ കൃപ അനുഭവിക്കത്തക്കവണ്ണം അതൊക്കെ ഒരു കവിഞ്ഞൊഴുകുന്ന അളവിലേക്ക് അത് ഞങ്ങളുടെ മേൽ പകരുകയാൽ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. കഴിഞ്ഞ ആണ്ടിലെ കഴിഞ്ഞ ദിവസങ്ങൾ, ഈ ആണ്ടിലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിശ്വസ്തയോടെ കൂടെ ഇരുന്നതിന് നന്ദി പറയുന്ന കർത്താവേ. ബലഹീനതയിൽ കവിഞ്ഞു വന്ന ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ ശക്തിയെല്ലാം ഓർത്തൊന്ന് നന്ദി പറഞ്ഞാട്ടെ. രോഗിയായിരുന്നപ്പോൾ ആശ്വാസപ്രദനായി റാഫയായി കൂടെ ഇരുന്ന വിധങ്ങളെല്ലാം ഓർത്തൊന്ന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവെ, ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ കൃപയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ക്ഷീണിച്ചു പോയേനെ, ഞങ്ങൾ തകർന്നു പോയേനെ, ഞങ്ങൾ വീണു പോയേനെ. അവിടുത്തെ കൃപകൾക്കായി നന്ദി പറയുന്ന കർത്താവേ. ഇന്ന് പകലും ഞങ്ങൾക്ക് മറ്റൊന്നും പറയുവാനില്ല. അപ്പന്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ പറയുന്നു, അവിടുത്തെ സ്നേഹത്തിന് നന്ദി, അവിടുത്തെ കൃപകൾക്ക് നന്ദി, അവിടുത്തെ വിശ്വസ്തതകൾക്ക് നന്ദി, കരം പിടിച്ച് നടത്തിയതിന് നന്ദി കർത്താവേ. സൂക്ഷിച്ച വിധങ്ങൾക്ക് നന്ദി, എൻ്റെ കണ്ണുകൾക്ക് ആശ്ചര്യം തോന്നത്തക്ക വിധത്തിൽ എന്നെ നടത്തിയതിന് നന്ദി കർത്താവേ. വീണുപോകാതെ താണുപോകാതെ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയമായി നിന്നുകൊണ്ട്, എൻ്റെ മഹത്വമായി നിന്നുകൊണ്ട് എൻ്റെ തല ഉയർത്തിയ അവിടുത്തെ വിശ്വസ്തതകൾക്ക് നന്ദി കർത്താവേ. അതനുഭവിച്ചറിയുന്നവർ കരങ്ങളേക്ക് ഒന്ന് ചേർത്തടിച്ച് ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന സന്തോഷത്തെയൊക്കെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ അപ്പന്റെ മുഖത്തേക്ക് നോക്കി നന്ദി പറഞ്ഞാട്ടെ. Oh, we thank you Jesus, we love you Lord. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായി താൻ കൂടെ ഉണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായി
എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലും, എത്ര ശത്രു നിന്നെ പകച്ചെന്നാലും, എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലും, എത്ര ശത്രു നിന്നെ പകച്ചെന്നാലും, നിന്നെ കണ്ടിടുന്നവൻ നിന്നെ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ. ഓ, നിന്നെ കണ്ടിടുന്നവൻ നിന്നെ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. നിന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും, അവിടെ ദുഃഖമില്ല, ഭീതിയുമില്ല. നിന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും, അവിടെ ദുഃഖമില്ല, ഭീതിയുമില്ല. നിന്റെ നിത്യനാണവൻ, നിന്റെ രാജാവാണവൻ, നിന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. നിന്റെ നിത്യനാണവൻ, നിന്റെ രാജാവാണവൻ, നിന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. ഓ, എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലഭൻ, ഓ, എന്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലും, എത്ര ശത്രു നിന്നെ പകച്ചെന്നാലും, എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലും, എത്ര ശത്രു നിന്നെ പകച്ച്. നമ്മളെ കാണുന്നൊരുവൻ നിന്നെ കണ്ടിടും, അവൻ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ. ഓ, നിന്നെ കണ്ടിടുന്നവൻ തന്നെ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. നമ്മുടെ കൂടെ എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂടായി കൂടെയുണ്ടല്ലോ. നിന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും, അവിടെ ദുഃഖമില്ല, ഭീതിയുമില്ല. നിന്നെ നിത്യമായ തോറ്റുപോകാതെ കരം നിന്റെ നിത്യനാണവൻ, എന്റെ രാജാവാണവൻ, എന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. നിന്റെ നിത്യനാണവൻ, നിന്റെ രാജാവാണവൻ, നിന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. എനിക്ക് ആനന്ദം, എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ,
ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയോ ആശ്രയമായി. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയോ ആശ്രയമായി. കൃപ കൃപയോന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയോന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ഓ, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോര വൈരിയൻ ബലം അവൻ തകർത്തല്ലോ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോര വൈരിയൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവൻ ഇനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവൻ ഇനിമേലും കൃപയാൽ നടത്തുമെന്നെ. ഓ, കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ഓ, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദി എന്തു നല്ല ആശ്വാസം. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദി എന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമായി. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമായി. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ഓ, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. കൃപ കൃപയൊന്നൻ ആശ്രയം, കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ 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 കൃപ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ഓ, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ഓ, ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയോ ആശ്രയമായി. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയോ ആശ്രയമായി. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയോ ആശ്രയമായി. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയോ ആശ്രയമായി. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ. ഓ, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ 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 മതി കർത്താവേ. ഓ,
കൃപ മതി കർത്താവേ, കൃപ മതി കർത്താവേ. ബലഹീനതയിൽ നല്ല ബലമേകുന്ന അവിടുത്തെ കൃപയെ ഞങ്ങൾ ചോദിക്കുന്നു കർത്താവേ. മരുഭൂമിയിൽ ഞങ്ങൾക്ക് ആനന്ദ തണലാകുന്ന കൃപയെ ഞങ്ങൾ ചോദിക്കുന്നു കർത്താവേ. ഇരുപാതയിൽ അനുദിനം ഒളി നൽകും ആ കൃപയെ ഞങ്ങൾ ചോദിക്കുന്നു കർത്താവേ. ഇന്നലകൾ ഞങ്ങൾ നിർത്തിയ കൃപയ്ക്കായി നന്ദി കർത്താവേ. ഇന്നലകൾ ഞങ്ങൾ സൂക്ഷിച്ച കൃപയ്ക്കായി നന്ദി കർത്താവേ. ഇന്നലകൾ ഞങ്ങൾ വിടിവിച്ച കൃപയ്ക്കായി നന്ദി കർത്താവേ. ഇന്നും നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. നാളുകൾ ഞങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിലെ കൃപ, 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 കൃപ. അത് ഞങ്ങളുടെ മേൽ, അത് ഞങ്ങളുടെ മേൽ, അത് ഞങ്ങളുടെ മേൽ. അത് കവിഞ്ഞൊഴുകട്ടെ, അത് കവിഞ്ഞൊഴുകട്ടെ. ഫേവർ യേശുവിന്റെ നാമത്തിൽ. ഓ ശദരക ബാബാ ബാബാ റിക ബാബാ ബാബാ ശദരക ശദരക അവിടുത്തെ കൃപയ്ക്കായി നന്ദി കർത്താവേ. അവിടുത്തെ ബലത്തിനായി നന്ദി കർത്താവേ. താഴ്ചയിൽ ഞങ്ങളെ ഓർത്ത കൃപയ്ക്കായി നന്ദി കർത്താവേ. വൈരിയുടെ ബലത്തെ കെടുത്തിയ കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ശത്രുവിന്റെ തലയെ തകർത്ത് ജയത്തെ നൽകിയ കൃപയ്ക്കായി നന്ദി കർത്താവേ. കാട്ടൊലിവായിരുന്ന ഞങ്ങളെ വെട്ടി നാട്ടൊലിവിനോട് ചേർത്തൊട്ടിച്ച കൃപകൾക്കായി നന്ദി പറയുന്നു കർത്താവേ. സ്വഭാവത്തിന് വിപരീതമായ ഫലം കായ്ക്കത്തക്കവണ്ണം എന്നോട് കാണിച്ച കൃപകൾക്ക് നന്ദി കർത്താവേ. ഒരു യോഗ്യതയുമില്ലാത്ത ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് നന്ദി കർത്താവേ. അവിടുത്തെ വിശ്വസ്തതകൾക്ക് നന്ദി കർത്താവേ. കരുതിയ കൃപകൾക്ക് നന്ദി കർത്താവേ. സ്തോത്ര ഗീതം പാടുവാൻ, പുതുഗീതം പാടുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ പിന്നെയും ബലവും കൃപയും തന്നതിന് നന്ദി കർത്താവേ. ഓ ശദരക ബാബാ ബാബാ റിക ബാബാ 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 ശദരക ഓ ധാര 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 റിക ബാബാ 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 ശദരക ബാബാ പരിശുദ്ധരേ, 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 പരിശുദ്ധരേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. രോഗിക്ക് വൈദ്യനെ, ആശ്വാസപ്രദനെ, സൗഖ്യദായകനെ, വീണ്ടും വരുന്നവനെ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തവണ്ണം തുറക്കുകയും ചെയ്യുന്നവനെ, അവിടുത്തെ കൃപകൾക്ക് നന്ദി കർത്താവേ. മഹത്വത്തിന്റെ രാജാവേ, മഹത്വത്തിന്റെ രാജാവേ, മഹത്വത്തിന്റെ രാജാവേ. എന്റെ രാജാവും എന്റെ പ്രഭുവേ, എന്റെ കർത്താവുമേ. മഹത്വത്തിന്റെ രാജാവേ, മഹത്വത്തിന്റെ രാജാവേ, മഹത്വത്തിന്റെ രാജാവേ. ദൈവ സാന്നിധ്യമുള്ളവിടുത്തെ രാജാവുള്ളടുത്ത് രാജകോലാഹലമുണ്ടല്ലോ. ആ മഹത്വം ഇവിടെ വെളിപ്പെടട്ടപ്പ, ആ മഹത്വം ഇവിടെ വെളിപ്പെടട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ സകല തന്ത്രങ്ങളും തകർന്നു പോകട്ടെ. ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളും തകർന്നു പോകട്ടെ. ശത്രുവിന്റെ എല്ലാ നുഖങ്ങളും തകർന്നു പോകട്ടെ. ആരാധനയിൽ വിടുതലുണ്ടല്ലോ, ആരാധന സൗഖ്യമുണ്ടല്ലോ, ആരാധന സന്തോഷമുണ്ടല്ലോ. അങ്ങയുടെ സന്നിധിയിൽ കഴിക്കുന്നത് വേറെ 1000 ദിവസത്തേക്കാൾ നല്ലതെന്ന പോലെ ഇതുവരെ ഞങ്ങൾ അനുഭവിച്ച സന്തോഷത്തേക്കാൾ അധികമായ സന്തോഷം ഇന്ന് പകൽ ഞങ്ങളുടെ ഉള്ളിൽ വാഴട്ടെ. ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ നല്ലതെന്ന് ദൈവവചനം പറയുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുമ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രത്യാശ, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക ധൈര്യം അത് ഞങ്ങളുടെ ഉള്ളിൽ വാഴട്ടെ. ഈ ദൈവം ആരെന്നുള്ള ബോധ്യം പിന്നെയും വർദ്ധിച്ചു വരട്ടെ. കൃപകൾക്കായി നന്ദി, കൃപകൾക്കായി നന്ദി, കൃപകൾക്കായി നന്ദി, കൃപകൾക്കായി നന്ദി. കൃപകൾക്ക് നന്ദി കർത്താവേ, കൃപകൾക്ക് നന്ദി കർത്താവേ, കൃപകൾക്ക് നന്ദി കർത്താവേ. ഒരു ഗുണവും നോക്കാതെ, ഒന്നും നോക്കാതെ എന്നെ തിരഞ്ഞെടുത്ത് എൻ്റെ മേൽ പകർന്ന കൃപകൾക്ക് നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കൃപ 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 കൃപ. അങ്ങേക്കാരാധന, 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 ശക്തിയോടെ ശക്തിയോടെ
വൈഡാരം വൈതേര് അർത്ഥമലക്ഷം വൈദ് ചൂടക്കാരി മലംബരം പ്രവത് സ്ത്രീകൾക്കനം ശമംബരം വരക്കറ്റ ഉടംബരം വച്ചകല വരവരകലക. കർത്താവിന്റെ ആത്മാവിന്റെ സാന്നിധ്യം, പരിവർത്തനം ചെയ്യുന്ന ദൈവ സാന്നിധ്യം. കരങ്ങൾ ചലിക്കട്ടെ, അതിരങ്ങൾ ചലിക്കട്ടെ, അഭിഷേകം ഉയരട്ടെ, ആത്മനിയോഗം വെളിപ്പെടട്ടെ. ഓ അഭിഷേകത്തോടെ ആത്മസാന്നിധ്യം വെളിപ്പെടട്ടെ, ആത്മസാന്നിധ്യം വെളിപ്പെടട്ടെ, ആത്മസാന്നിധ്യം വെളിപ്പെടട്ടെ, ആത്മസാന്നിധ്യം വെളിപ്പെടട്ടെ. ചലിക്കട്ടെ. ഓ കരങ്ങൾ തന്റെ ആത്മാവ് സംസാരിച്ചു തുടങ്ങട്ടെ. അന്യഭാഷകളിൽ ആരാധിക്കുവാൻ ദൈവാത്മ നിയോഗമുള്ളവർ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ, ദൈവശക്തി അനുഭവിക്കട്ടെ, ദൈവകൃപ അനുഭവിക്കട്ടെ, ദൈവശക്തിയാൽ നിറയട്ടെ, ദൈവകൃപയാൽ നിറയട്ടെ. ഈ ലോകത്തിൽ വന്നേശു എന്നെ മാലൊഴി പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പാടുകൾ നീജമാരണവും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നിൻ അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചു
സ്തുതിച്ചിടും എന്നും നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൽ വാടമൂടിയതും കൃപയാൽ തന്മക്കൾക്കു സ്വർഗേ ലഭിക്കും നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൽ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗേ ലഭിക്കും നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്മഹാ In the sweet by and by, we shall meet on that beautiful shore. In the sweet by and by, we shall meet on that beautiful shore. स्तुति तेरी में सर्वदा अनोखा प्यार है तेरा स्तुति तेरी में सर्वदा ഓ ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങളെ ഉയർത്തി കരങ്ങളെ ഉയർത്തി പറയാമോ ശക്തമോടെ ശക്തിയോടെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? We shall meet on the beautiful shore. Oh hallelujah, hallelujah. നാം ഒരുമിച്ച്
കുറിച്ച് കർത്താവിനോട് ഒരുമിച്ചാകെ പ്രത്യാശയുള്ള എത്ര ദൈവമക്കളുണ്ട്. വചനം ഇങ്ങനെ പറയുന്നത്, കർത്താവ് തൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പ് എടുക്കപ്പെടും. അടുത്ത വചനം ഇങ്ങനാണ്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ. അത് വിശ്വസിക്കുന്നവരുടെ കരങ്ങളൊന്ന് തട്ടട്ടെ, അതരങ്ങളൊന്ന് ചലിക്കട്ടെ. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ. പ്രത്യാശയുള്ളവർ ചേർന്ന് കരമടിച്ച ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ. യെസ് 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 കർത്താവിനോട് ഒരുമിച്ച് തന്നെ ഭഗത്തെ കണ്ട് ഒരുമിച്ച് ആരാധിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. അടകച്ചാര വൈഡാവനവാരി വലവനവന ഉടവന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 
ഈവം ദാരം ദേരം ബൗഡരിവലേ അർത്ഥനവന്തന ബൗഡവരഗതേ ശാകൽക്കാര സക്കരവച്ച ബൗഡവരവജ. യേശു കർത്താവിന്റെ നാമം ഇവിടെ ഉയർത്തുന്നു. ഈ ആരാധന മഹത്വം വെളിപ്പെടുമ്പോൾ സകല പോരുകളും അഴിയട്ടെ, പൈശാചിക പോരുകൾ അഴിയട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു, രോഗങ്ങൾ അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുന്നു. അസ്ഥികളിൽ മജ്ജകളിൽ രോഗശാന്തി വ്യാപരിക്കട്ടെ. ശരീരത്തിനകത്ത് രോഗശാന്തി, ഞരമ്പുകളിൽ രോഗശാന്തി ഇപ്പോൾ തന്നെ. ദൈവാത്മാവിന്റെ പകർച്ച ഇപ്പോൾ തന്നെ, ദൈവാത്മാവിന്റെ പകർച്ച ഇപ്പോൾ തന്നെ, ദൈവാത്മാവിന്റെ പ്രവൃത്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. എല്ലാ പോരുകളെ ശാസിക്കുന്നു, എല്ലാ വെല്ലുവിളികളെ ശാസിക്കുന്നു. ജനം വിടിവിക്കപ്പെടട്ടെ. സഭയ്ക്കകത്ത് ദൈവസന്നിധി വ്യാപരിക്കട്ടെ. കർത്താവേ, ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഈ ആരാധന ഇവിടെ വെളിപ്പെടട്ടെ. അവൻ സൗഖ്യവും ആരോഗ്യവും രോഗശാന്തിയും ദുഷ്ടൻ കെട്ടിയ കെട്ടുകൾ ദൈവസന്നിധി വന്നപ്പോ അത് ഇരുമ്പ് ചങ്ങലകൾ പൊട്ടി വീണതുപോലെ, ഇരുമ്പ് ചങ്ങലകൾ പൊട്ടി വീണതുപോലെ ഇപ്പോ ഇതിനകത്ത് സാധാന്യ ബന്ധനങ്ങൾ പൊട്ടിപ്പോ ശക്തിയോട് ശക്തിയോട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തി. കരങ്ങൾ ചലിക്കട്ടെ, അതരങ്ങൾ ചലിക്കട്ടെ. മൗനക വെടിയ യെസ് അസാധാരണ ദൈവപ്രവർത്തി. ഇന്ന് പകൽ എനിക്ക് ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇതിനകത്ത് അനുഭവിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഈ ശക്തി പുറപ്പെടുന്ന പകലാകട്ടോ, ശക്തി പുറപ്പെടുന്ന പകല്, ശക്തി പുറപ്പെടുന്ന പകൽ, തൊടുന്ന പകൽ. യെസ് 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 യെസ്. Thank you, Jesus. ഈ ബലത്തോടെ പ്രാർത്ഥിക്കണം, ഈ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കണം. ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നല്ല.
ഈ സാന്നിധ്യ ബോധത്തിലിരിക്കണം. ഈ വർഷത്തിൽ ഇനിയൊരു ആരാധന അതേ ഒരു കണ്ടേ കർത്തൃപകൽ നമുക്ക് ലഭിക്കുന്നില്ല. ഒരു ഞായറാഴ്ച കൂടി വരവില്ലല്ലോ. ദൈവം എത്ര വിശ്വസ്തൻ, ദൈവം എത്ര വിശ്വസ്തൻ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എത്ര പേർക്ക് കഴിയും? ആണ്ടിൻ്റെ ആരംഭം മുതൽ യഹോവയുടെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടായിരുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ പരിപാലനം നമ്മുടെ മേലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ മേലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേലുണ്ടായിരുന്നു. വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയത്, ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയത്, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. അതുകൊണ്ട് അടങ്ങിയിരിക്കണ്ട. ഇത് നമ്മുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. വചനത്തിൽ അങ്ങനെ ഒരു പദങ്ങളുണ്ട്, ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് കരങ്ങളടിച്ചു, മദരങ്ങൾ ചലിപ്പിച്ചു. യെസ്, ഇന്നർ ഭാഗത്ത് വന്ന് ആന്തരികമായ യെസ്. ഉമ്മച്ചനപ്പച്ചൻ, ടി.ജി. ഉമ്മച്ചനപ്പച്ചനൊക്കെ പറയുന്ന പോലെ വയറ്റിൽ നിന്ന് സ്തോത്രം പറയണം, വയറ്റിനകത്തു നിന്ന് സ്തോത്രം പറയണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ, യേശു കർത്താവിൻ്റെ നാമത്തിൽ, യേശു കർത്താവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ആരാധനയിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമഹത്വവും ദൈവകൃപയും ഇവിടെ വെളിപ്പെടട്ടെ. തിരുസാന്നിധ്യം ഇവിടെ അനുഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ഇവിടെ വെളിപ്പെടട്ടെ. ഒരുമിച്ച് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് എല്ലാവരും സ്തോത്രം ചെയ്തേ, ഒരുമിച്ച് എല്ലാവരും സ്തോത്രം ചെയ്തേ. ഓ റാബാഖാഥ ഹസഖാഥ മഹത്തൻഡി ഉഠമഹത്തൻഡി ഹസന്ന റിഖാന മാനാധാന വേഥാമാന ശിഖാന്തരാധികാലബലഘടകം ധിവിരിഘടക ശംഭരാധിക യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഓ ജയം 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 ജയം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയ്ക്കായി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്താട്ടെ. ശക്തമായ ദൈവപ്രവൃത്തി തുടർന്ന് ഇവിടെ വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, ആരാധന മഹത്വം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശക്തമായ ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അഭിഷേകം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓ, ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടട്ടെ. ഇത് ഈ വർഷത്തിൻ്റെ സമാപന കർത്തൃപകലാകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ചെയ്തുകൊണ്ടുകൂടെ പ്രാർത്ഥിക്കാം, നന്ദി പറഞ്ഞുകൊണ്ടുകൂടെ പ്രാർത്ഥിക്കാം, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടുകൂടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ അനുഭവിച്ചതോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. എല്ലാവരും പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കണം, സ്തോത്ര സ്വരം കേൾപ്പിക്കണം. ഈ വർഷാവസാനം ഇതിൽ കൂടുതലൊരു വാക്ക് പറയാനില്ല. സമാപന കർത്തൃപകലിൽ ഇന്ന് പകൽ എല്ലാവരും ഒന്ന് സന്തോഷത്തോടായിരിക്കട്ടെ. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇരിപ്പിനനുസരിച്ചാണ് ഫോട്ടോ വരുന്നത്. സ്തോത്രം. ഫോട്ടോഗ്രാഫറെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സ്തോത്രം. ഫോട്ടോഗ്രാഫർ ഏറ്റവും മികച്ച ആളാണ്. ഇപ്പം നമ്മൾ അന്വേഷിക്കുന്ന ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർ ഏത് സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കണം. പുത്തൂര് തൃപ്തി അല്ലെങ്കിൽ എറണാകുളത്ത് പോയി നമ്മൾ എന്ത് ചെയ്യും? ഫോട്ടോ എടുക്കും. അങ്ങനെ പോയി എടുക്കുന്നവരുണ്ട്. കാരണം എന്ത് ചെയ്യണം? ഏറ്റവും മനോഹരമാക്കണം. അതിനുവേണ്ടി നല്ല സ്റ്റുഡിയോ അന്വേഷിച്ചു പോയി. എവിടെ പോയി എടുത്താൽ തന്നെ നമ്മൾ കണ്ണടച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും വശത്തോട്ട് ചരിഞ്ഞു നിന്നേച്ച് സ്റ്റുഡിയോക്കാരനെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം.
ഫോട്ടോ നന്നാകണമെങ്കിൽ നമ്മുടെ നോട്ടവും നിൽപ്പും ഇരിപ്പും എല്ലാം ക്ലിയർ ആകണം. ഒന്ന് സ്തോത്രം പറയാമോ? ഒന്ന് സ്തോത്രം പറയാമോ? ഒന്ന് സ്തോത്രം പറയാമോ? അതുകൊണ്ട് ഇന്ന് പകലിൽ സ്തോത്ര സ്വരം കേൾക്കുവാനും അത്ഭുതങ്ങളെ വർണ്ണിപ്പാനും ദൈവമക്കളിടയാക്കണം. ആ വചനങ്ങളിലൂടെ ദൈവമക്കളോട് അർപ്പിക്കുവാൻ വചനപ്രകാശനം പരിശുദ്ധാത്മാവ് ഈ നിലകളിൽ എന്നോട് ഇടപെടുവാനിടയായി. അത്ഭുതങ്ങളെ ദൈവമക്കൾ കാണും. ജീസസ്, വർഷം തീരാൻ പോകുന്നു. അത്ഭുതങ്ങളെ കാണുന്ന നാളുകളാകട്ടെ. ഇത് അത്ഭുതത്തിന്റെ നാളുകളാകട്ടെ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്ഭുതങ്ങളെ കാണുവാൻ സർവശക്തൻ സഹായിക്കട്ടെ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ദൈവമക്കളെ? ഇന്ന് പകലൊരു അത്ഭുതം കണ്ട ഇവിടുന്ന് പോകാവൂ. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാളാൻ പറഞ്ഞ് സമാപനത്തിൽ ദൂത് പറയുന്നതും അതുകൊണ്ടാണ്. ആത്മാവ് അങ്ങനെ അർപ്പിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരാത്മനിയോഗം എനിക്കുണ്ട്. ഇന്ന് പകൽ ആത്മാവ് നിയോഗത്താൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളെ കാണണം. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് കർത്താവിനെ കുറിച്ച് പറഞ്ഞ പ്രവചനം ഇങ്ങനെയായിരുന്നു. അവിടുന്ന് ജനിക്കുവാൻ പോകുന്ന ശിശു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ജനിക്കുന്നതിന് 700-ൽ പരം വർഷം മുമ്പേ പറഞ്ഞതാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അവിടുന്ന് ആരാണ്? അവൻ അത്ഭുത, എല്ലാവരും ഒന്ന് പറഞ്ഞേ, അത്ഭുത മന്ത്രിയാണ്. അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. ഞാൻ മന്ത്രിമാരുടെ വകുപ്പുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും. അവരെ ഈ ഓരോ ചുമതലയേൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും, നോക്കാറുണ്ട്. പല വകുപ്പുകളുണ്ട്. പ്രധാന വകുപ്പ് ആഭ്യന്തരം, ധനകാര്യം, പിന്നെ പൊതുമരാമത്ത്, ഭക്ഷ്യവകുപ്പ്, പല വകുപ്പുണ്ട്. നമ്മുടെ വീട്ടിലും അങ്ങനാണല്ലോ. ഓരോരുത്തരെ ഓരോ കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്നത്. ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നവരാണ് സഹോദരിമാരിൽ ഏറിയ പങ്കും. ധനകാര്യ വകുപ്പോ ആഭ്യന്തര വകുപ്പോ ഒക്കെ കൂടുതലും സഹോദരന്മാരാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പിൻപിലും, കാരണം കുടുംബനാഥനാണല്ലോ ആഭ്യന്തര കാര്യങ്ങള് നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയാമോ? ഹൗസ് പ്ലസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് ശബ്ദമുയർത്തി കാര്യങ്ങളെ സംസാരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഹസ്ബൻഡാണ്. വൈഫ് വീവ്, തുന്നിച്ചേർക്കുന്ന അനുഭവമാണ്. വീട്ടിനകത്ത് തുന്നിച്ചേർക്കും. എവിടെയാ പോരായ്മകൾ? തുന്നിച്ചേർക്കുന്നത് പോലെ നമ്മുടെ സഹോദരിമാരാണ് വീട്ടിനകത്ത് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? തുന്നിച്ചേർക്കും. കാര്യങ്ങൾ സോൾവ് ചെയ്യും. കാര്യങ്ങൾ മനസ്സിലാക്കും. പ്രാർത്ഥിക്കും. നനഞ്ഞ കണ്ണുകളാ പലപ്പോഴുമുള്ളത്. പോട്ടെ, സാന്ദർഭികശാൽ അത് ഞാൻ പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. പല വകുപ്പുകൾ ഉണ്ട്, ഒരുപാട് വകുപ്പുകളുണ്ട്. ഓരോ മന്ത്രിമാർ ഓരോ വകുപ്പ് കൈകാര്യം ചെയ്യും. 1-2 വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യും. പക്ഷേ ഒരൊറ്റ മന്ത്രിമാരും അത്ഭുത മന്ത്രി എന്നുള്ള പേരിൽ ഇതുവരെയും എങ്ങും കണ്ടിട്ടില്ല. ദ മിനിസ്റ്റർ ഓഫ് മിറക്കിൾ. മറ്റ് മന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മിറക്കിൾ മന്ത്രി എന്നും പറഞ്ഞ് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ന് പകൽ സന്ദേശത്തിനായി ഞാൻ എവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു മന്ത്രിയെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ദ മിനിസ്റ്റർ ഓഫ് മിറക്കിൾ. ബേത്ലഹേമിൽ അത് ഒരുവൻ ജനിപ്പാനിടയായി തീർന്നു. ബേത്ലഹേമിൽ ജനിച്ച് അത് നമുക്കായി 33.5 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് ഇന്നും പക്ഷവാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് നോക്കിയാൽ അത്ഭുതമാണ്. അവിടുന്ന് തൊട്ടാൽ അത്ഭുതം
അത്ഭുതമാണ്. അവിടുന്ന് നമ്മളെ ഒന്ന് പരിഗണിച്ചാൽ അത്ഭുതമാണ്. ആരെങ്കിലും ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, പരിഗണന കിട്ടാത്തവര് ഇന്ന് പകൽ വ്യാകുലപ്പെട്ടിരിക്കരുത്. ആരും പരിഗണിച്ചില്ലെങ്കിലും ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, പരിഗണിക്കുന്ന ഒരുവനുണ്ട്. ആരും പരിഗണിക്കാതിരിക്കുമ്പോൾ ജീവിത അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഒരുവൻ പരിഗണിക്കാൻ ഇറങ്ങി വരും. പരിഗണിപ്പാൻ കഴിയുന്ന, ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ഒരു വചനചിന്ത ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, ആർക്കും വേണ്ടാതൊരുവൻ കിടക്കുന്നു, പക്ഷേ ആരുടെയും ദൃഷ്ടി പതിയാതിരുന്നപ്പോൾ ഒരു പദം ഇങ്ങനെ കാണുന്നു, അവൻ കിടക്കുന്നത് യേശു കണ്ടു. അതാണ് അത്ഭുത മന്ത്രിയുടെ പ്രത്യേകത. അവൻ കിടക്കുന്നത് യേശു കണ്ടു. യേശു കണ്ടു. യേശു കണ്ടാൽ ചോദിക്കും, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ മനസ്സുണ്ടോ? അവന് പറയാനുണ്ട്, ആരാ എന്നെ സഹായിപ്പാനുള്ളത്? ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോലും എന്നെ സഹായിപ്പാനില്ല. ഞാനിങ്ങനെ വിളിച്ചു പറയാം, നിങ്ങൾക്കറിയാമല്ലോ ഈ ദിവസങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്നാൽ അത്ഭുതങ്ങളെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ അത്ഭുതങ്ങളെ കാണുന്നു. അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ശ്രേഷ്ഠമാണ്. അത്ഭുതങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരു മിനിസ്റ്റർ, അതെ, ഇന്ന് പകൽ ഞാൻ ഇവിടെ വിളിച്ചു പറയുന്ന ഒരു മിനിസ്റ്റർ, ആരും പരിഗണന തന്നില്ലെങ്കിലും നമ്മെ പരിഗണിക്കുന്ന ഒരുവനുണ്ട്. എങ്ങും പരിഗണന കിട്ടാത്തവരോട്, ജീവിതത്തിൽ അവഗണന മാത്രം, അവൻ തള്ളപ്പെട്ട അവസ്ഥ മാത്രം, ഒറ്റപ്പെട്ട അവസ്ഥ മാത്രം ജീവിതത്തിൽ ഉള്ളവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇല്ല, പരിഗണിക്കുന്ന ഒരുവനുണ്ട്. ആരും പരിഗണിക്കാത്തവരെ ദൈവം പരിഗണിക്കൂ. ആരും പരിഗണിക്കാത്തവര് ദൈവം പരിഗണിച്ചു കൊള്ളൂ. ഇന്ന് പകൽ അതേ അനുഭവത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, പരിഗണന തരുന്ന ഒരു ദൈവമുണ്ട്. ആരും പരിഗണിക്കാതിരിക്കുമ്പോഴാണ് ദൈവം പരിഗണിക്കുന്നത്. ആരും പരിഗണിക്കാതിരിക്കുന്നിടത്ത് ദൈവം ഇറങ്ങി വരുന്നത്. ഞാൻ തുടർന്നുള്ള ഭാഗങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. വായിച്ച വാക്യം, അത്ഭുതങ്ങളെ വർണ്ണിക്കേണ്ടതിന്, അത്ഭുതങ്ങളെ വർണ്ണിക്കേണ്ടതിന് സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിന് എന്ന് പറഞ്ഞല്ലോ. ആത്മനിയോഗത്തിൽ ദൈവം തരുന്ന ചിന്തകൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. 119-ാം സങ്കീർത്തനത്തിലെ അവസാന 2 വാക്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. 119-ാം സങ്കീർത്തനത്തിലെ അവിടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന്, വായിക്കാമോ? നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. എത്ര? 171-ാം വാക്യമാണ്. 75, 175. ഓക്കെ, അവിടെ കാണുന്നു, നിന്നെ സ്തുതിക്കണം. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ വാക്യം ഓടി വന്നു. നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. ആത്മാവ് അങ്ങനെ പറയാൻ പറയുന്നു. ഈ വർഷം തീരുന്നതിന് മുൻപ് വിളിച്ചു പറഞ്ഞോണ്, എനിക്കിനിയും ജീവൻ ശേഷിപ്പിച്ചാൽ, ശരീരത്തിൽ ജീവൻ അവശേഷിപ്പിച്ച് കർത്താവേ പുതിയ വർഷം തന്നാൽ നിന്നെ സ്തുതിക്കാൻ ഞാൻ ജീവിച്ചിരിക്കട്ടെ. മതി, കഴിഞ്ഞ നാളുകളിൽ കാലം പോക്കിയത് മതി, കഴിഞ്ഞ നാളുകളിൽ സമയം പോക്കിയത് മതി. ഇനിയും കർത്താവ് എനിക്ക് ആയുസ്സു തന്നാൽ നിന്നെ സ്തുതിക്കാൻ ഞാൻ ജീവിക്കട്ടെ. കുറച്ചുകൂടെ ആയുസ്സു തന്നാൽ നിന്നെ സ്തുതിക്കാൻ ഞാൻ ജീവിച്ചിരിക്കട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. എനിക്ക് ജീവിച്ചിരിക്കണം, എനിക്ക് ജീവിച്ചിരിക്കണം. കുറെ സമ്പാദിക്കാനല്ല, എനിക്ക് അല്പം കൂടെ ജീവിക്കണം. കർത്താവിന്റെ വരവ് താമസിച്ച സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ
ജീവിച്ചിരിക്കട്ടെ. ഒരല്പനാളുകൂടെ ആയുസ് എനിക്ക് നൽകണം. എനിക്ക് കുറെ കൂടെ സ്തുതിക്കണം, എനിക്ക് കുറെ കൂടെ സ്തുതിക്കണം, എനിക്ക് കുറെ കൂടെ സ്തുതിക്കണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ദൈവമക്കളെ? കുറെ കൂടെ എനിക്ക് സ്തുതിക്കണം. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ്, നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കണം. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. ആയുസ് വർദ്ധിക്കട്ടെ. ഇന്ന് പകൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, ആയുസ്സിന് വേണ്ടി ഇവിടെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടട്ടെ. പ്രാണനോടുള്ള പോരുകൾ അഴിയട്ടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ. മരണത്തിൻ്റെ ആ കറുത്ത കരം വന്ന് പിടിക്കുക. അതേ ദൂട്ടൻ കാത്തിരിക്കുമ്പോൾ ഇല്ല, ഇന്ന് പകൽ ചിലത് ഒഴിഞ്ഞു പോകുന്നു. ഇന്ന് പകൽ ചിലത് ഒഴിഞ്ഞു പോകുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ നീക്കി. ഓ, ഇന്ന് പകൽ മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ നീക്കിയവൻ, മരണഭയത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ, മരണഭയത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തി വെളിപ്പെടട്ടെ, സാന്നിധ്യം വെളിപ്പെടട്ടെ. അവൻ എല്ലാവരും കരമടിച്ച് ആത്മാവിൽ സ്തുതിക്കട്ടെ. ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടട്ടെ. അസാധാരണ ദൈവപ്രവൃത്തി, അസാധാരണ ദൈവപ്രവൃത്തി ഈ ചർച്ചിനകത്ത് വെളിപ്പെടട്ടെ. ഉടവ ഹദല ഹദല അംദൽ പ്രബട. കുറെ കൂടെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കുറെ കൂടെ സ്തുതിപ്പ, കുറെ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇനിയും കർത്താവ് ആയുസ് തന്നാൽ, ഇനിയും കർത്താവ് പ്രാണനെ അതെ ദീർഘിപ്പിച്ച് തന്ന് എനിക്ക് കുറെ കൂടെ ദൈവത്തെ ആരാധിക്കണം. ഉടവൽ ഘടകം അന്തര വടക അൽക്ക മനക ദീപൽ പ്രൗഢ അന്തൽ ഘടക രേവം ധേരം ധേരം ബൗഡേ. ജീസസ്, നമ്മുടെ ആഗ്രഹം കുറെ കൂടെ ജീവിച്ചിരിക്കണമെന്ന. നമ്മൾ പറയും അല്പം കൂടെ ജീവിച്ചിരുന്നിട്ട് വേണം മക്കളുടെ കാര്യമൊക്കെ ഒന്ന് ക്രമപ്പെടുത്തണം, അല്പം കൂടെ ജീവിച്ചിരുന്നിട്ട് വേണം വീട് ഇച്ചിരൂടെയൊക്കെ ഒന്ന് നന്നാക്കണം, അല്പം കൂടെ ജീവിച്ചിരുന്നിട്ട് വേണം കുറെ കാര്യങ്ങളൂടെയൊക്കെ എനിക്ക് ക്രമീകരിക്കാനുണ്ട്, ബിസിനസ്സിലൊന്ന് പുരോഗതി കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്തോത്രസ്വരം കേൾപ്പിക്കാനും അത്ഭുതങ്ങളെ വർണ്ണിക്കേണ്ടതിനും ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഓ സ്തോത്ര. നിന്റെ പ്രാണൻ ജീവിച്ചിരിക്കേണ്ടത് കർത്താവിനെ സ്തുതിക്കേണ്ടതിന്. കർത്താവിനെ സ്തുതിക്കാൻ എനിക്ക് കുറെ കൂടെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇരിപ്പ് കണ്ടിട്ട് അങ്ങനൊന്നും തോന്നുന്നില്ല. ദൈവസഭയെ ഈ ശബ്ദം എവിടെല്ലാം ശ്രമിക്കുന്നോ അവിടെ എല്ലാം ഇന്ന് ദൈവശക്തി വ്യാപരിക്കും, അവിടെ എല്ലാം ദൈവ സാന്നിധ്യം വ്യാപരിക്കും. വർഷം തീരാൻ പോകുമ്പം പ്രാർത്ഥിച്ചോ, എനിക്ക് കുറെ കൂടെ കർത്താവ് ആയുസ് തരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടെ അങ്ങ് സ്തുതിക്കണം. എനിക്ക് ഇനിയും ആയുസ് തരുന്നെങ്കിൽ ഈ വർഷം തീരുവാൻ പോകുമ്പോൾ കർത്താവ് എനിക്ക് കുറെ കൂടെ അങ്ങ് സ്തുതിക്കണം, അല്പം കൂടെ സ്തുതിക്കണം, അല്പം കൂടെ ആരാധിക്കണം, അല്പം കൂടെ അന്യഭാഷകൾ സ്തുതിക്കണം, അല്പം കൂടെ പ്രാപിക്കണം. എനിക്ക് ജീവിക്കേണ്ടത് ഈ ഭൂമിയിൽ ഒന്നും നേടാനല്ല, സമ്പാദിപ്പാനല്ല, അങ്ങേ സ്തുതിപ്പാൻ. അടകൽ കടക ക്ഷമന കടക ക്ഷമന പറയുക. ആഗ്രഹിക്കുന്നവരും വിശ്വസിക്കുന്നവരും കരങ്ങളെ തട്ടി തുടങ്ങട്ടെ, കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് സൈന്യത്താലല്ലോ, ഇത് ശക്തിയാലല്ലോ, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടട്ടെ. ശക്തമായൊരു ദൈവപ്രവൃത്തി, ശക്തമായൊരു ദൈവപ്രവൃത്തി, ശക്തമായൊരു ദൈവപ്രവൃത്തി യേശു കർത്താവിന്റെ നാമത്തിൽ നിന്നെ സ്തുതിക്കേണ്ടതിന്. കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കട്ടെ. ആയുസ്സിനുള്ള വെല്ലുവിളികൾ യേശു കർത്താവിന്റെ നാമത്തിൽ അഴിഞ്ഞപ്പോ മരണഭയങ്ങൾ മാറട്ടെ, മരണഭീതികൾ മാറട്ടെ യേശു കർത്താവിന്റെ നാമത്തിൽ. ഓ കർത്താവിനെ സ്തുതിച്ച്, കർത്താവിനെ സ്തുതിച്ച്. കർത്താവേ, ദൈവപ്രവൃത്തി അയക്കുന്നു, ദൈവപ്രവൃത്തി അയക്കുന്നു. അഴിച്ചു മാറ്റി അരക്കച്ച, അതെ അരയിൽ നിന്ന് അഴിച്ചു മാറ്റുന്നത് പോലെ ദുഷ്ടന്റെ പദ്ധതികൾ ഈ പകലിൽ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുകയാണ്, പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുകയാണ്. യെസ്, പാപ സ്വഭാവങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ഭയങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ഭീതികൾ അഴിഞ്ഞു മാറട്ടെ യേശു കർത്താവിന്റെ നാമത്തിൽ. ദൈവപ്രവൃത്തി ആരാധന വെളിപ്പെടട്ടെ, കർത്താവിന്റെ കരമിവിടെ ചലിക്കട്ടെ, യേശു കർത്താവിന്റെ ശക്തിയിനകത്ത് വ്യാപരിക്കട്ടെ. കർത്താവേ,
ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചിട്ട് ഇന്ന് പകൽ അത്ഭുത വിടുതൽ ഇതിനകത്ത് വ്യാപരിക്കട്ടെ, ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ ഭയങ്ങൾ മാറണം കേട്ടോ. 2025 ഭയത്തിന്റെ ദിവസമല്ല. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഭയങ്ങൾ മാറ്റണം, ഭയങ്ങൾ മാറ്റണം, ചിന്താ മേഖലകൾ മാറ്റണം, ചിന്താ മണ്ഡലങ്ങൾ മാറ്റണം. എവിടെയും പിശാച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ജീസസ്, എവിടെയും പൈശാചികൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വാസ കുടുംബങ്ങളിൽ പോലും തെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പോകുന്നത് കൊണ്ട് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. യെസ്, ആത്മഹത്യയിലേക്കും അതെ മറ്റ് ദുഷ്പ്രേരണകളിലേക്കും ദുഷ്ടൻ വലിച്ചിഴച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയും എൻ്റെ ചെവിയിൽ അതുപോലൊരു സംഭവം വന്നു, നേരിട്ടറിയാവുന്ന. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓർപ്പിച്ചത്. ഞാൻ എടുത്ത് പറയുന്നില്ല. ആരാധനയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞിട്ട് അതെ ദുഷ്ടൻ മറ്റു മാർഗങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അറിയാം. ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ. എബ്രായർ 2:14 ഇങ്ങനെ പറയുന്നത്, എൻ്റെ യേശു 2:10 പറഞ്ഞു. 9 മുതൽ വായിക്കുമ്പോൾ അതെ മരണം ആസ്വദിച്ചു, മരണം അനുഭവിച്ചു. 2:10 പറഞ്ഞു കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. യേശു കഷ്ടത അനുഭവിച്ചത് എന്തിനാണെന്നറിയാമോ? 14 വാക്യം വിളിച്ചു പറയുന്നു, എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്നെ സ്തുതിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞെങ്കിൽ നീ സ്തുതിക്കരുതെന്ന പിശാചിന്റെ ആഗ്രഹം. നീ സ്തുതിച്ചാൽ ദൈവ പൈതലെ ആര് സ്തുതിക്കുന്നോ അവരുടെ ഭവനത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. എപ്പോൾ സ്തുതിച്ചു തുടങ്ങുന്നോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം പറഞ്ഞാൽ വീട്ടിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം പറഞ്ഞാൽ പൈശാചിക പോരുകൾ അഴിയും. സ്തോത്രം പറഞ്ഞാൽ ബന്ധനങ്ങൾ തകരും. സ്തോത്രം പറയുമ്പോൾ അതെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇതറിയാവുന്ന പിശാച് വാ മൂടിക്കെട്ടിയിരുത്തും, വായ അടച്ചു വെക്കും. ഇന്ന് പകൽ അല്ല, സ്തോത്രം പറഞ്ഞ് തുടങ്ങ്. എനിക്ക് ദൈവത്തെ ആരാധിക്കണം, എനിക്ക് ദൈവത്തെ സ്തുതിക്കണം, എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹടകല ഹദലക അന്തലവടവ ഉടകൽ ഘടകം വേദംബാര വൈശാമാന അന്തരവക്ഷ പ്രൗഢവരഗത. ഭയം മാറട്ടെ. യേശു മരണം അനുഭവിച്ചു. യെസ്, മരണം ആസ്വദിച്ചു. യെസ്, he tasted the death. മരണം ആസ്വദിക്കുകയായിരുന്നു, വേദനകൾ സഹിക്കുകയായിരുന്നു. അതുകൊണ്ട് Hebrew chapter 2:14 എബ്രായർ 2:14 മറക്കുവാൻ കഴിയാത്ത വാക്യം ഇന്ന് പകൽ ആ വചനത്തിന്റെ ശക്തിനകത്ത് വ്യാപരിക്കണം. ആ വചനത്തിന്റെ വെളിപ്പാട് ഇതിനകത്ത് കത്തണം. ആ വചനത്തിന്റെ വെളിപ്പാട് ഇതിനകത്ത് കത്തണം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവൻ ആയി എന്ന് പറഞ്ഞാൽ എബ്രായർ 2 തന്നെ പറയുന്നുണ്ട്, അവിടുന്ന് നമ്മുടെ സഹോദരനായി തീർന്നു. അവിടുന്ന് ജഡരക്തം എടുക്കുവാൻ ഇടയായി തീർന്നു. അവിടുന്ന് മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസിന്റെ ദിവസങ്ങളൊക്കെ ആയിരുന്നു. അബദ്ധം വരരുത്. ഇന്ന് വിശ്വാസികളുടെ ഇടയിലും ക്രിസ്മസ് പാടാൻ തന്നെ പോകുന്നുണ്ട്. അവര് പറയുന്നത് മറ്റ് ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലല്ലോ എന്ന്. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്, നമുക്ക് സുവിശേഷം അറിയിക്കാനുള്ള ഒരു അവസരം കൂടെ. വേറെ എത്രയോ അവസരമുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞത്, സഭയിൽ വന്ന് കൈയടിക്കാത്ത പുള്ളി, വാ തുറക്കാത്ത പുള്ളി രാത്രി വീടുകളിൽ ചെന്നപ്പം, ഞാനിതിനൊന്നും എതിർത്ത് പറയുകയല്ല, പക്ഷെ അബദ്ധം പറ്റരുത്. ഡിസംബർ 25 യേശു ക്രിസ്തു ജനിച്ചത്. ഇന്നെൻ്റെ വിഷയമല്ല. ഞാൻ അത് ആഗ്രഹിച്ച് ആ നിലകളിലൊരു ദൂത് ആഗ്രഹിച്ചത്, ഒരുക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനല്ല എന്നെ നിയോഗിച്ചത്. ഞാൻ എപ്പോഴെങ്കിലും അത് തെളിച്ചു പറയാം. ഒരിക്കലും ഡിസംബർ 25 അല്ല
യേശുക്രിസ്തു ജനിച്ചതും അങ്ങനൊരു ക്രിസ്മസ് ഇല്ല. സ്തോത്രം. ആ ഭാഗം അങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിന്നീട് ഞാൻ അതിൻ്റെ വിശദീകരണം പകരാ. ജാതികളോട് കൂടെ ഇടകലരരുത്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? എനിക്കറിയാം, ഒരുപക്ഷെ ഇതിനകത്ത് തന്നെ വിമർശിക്കുന്നവർ കാണും, ഇതിനകത്ത് തന്നെ എതിർക്കുന്നവർ കാണും. പക്ഷേ സത്യത്തിന് വേണ്ടി ആരുമില്ലെങ്കിലും ആമേ 12 ഗോത്രമുള്ളപ്പോൾ ഒരെണ്ണം മാത്രം നിന്നെങ്കിൽ യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ആരും വേണ്ടച്ച, ആരും വേണ്ട. ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറാകാമോ? ഒറ്റയ്ക്ക് നിൽക്കുന്നവന്റെ കൂടെ ദൈവം അത് ചേരും. ഒരു കാലത്ത് ലേവി ഗോത്രത്തെ നോക്കി പറഞ്ഞു, അവൻ്റെ സഭയിൽ ചേരരുത്, അവൻ്റെ മന്ത്രണത്തിൽ പോലും പങ്കെടുക്കരുത്, അവനോട് കൂട്ടുകൂടരുതെന്ന് ലേവി ഗോത്രത്തെ നോക്കി ശപിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ പിന്നത്തേതിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? യഹോവയുടെ പക്ഷത്തവൻ മാറി നിന്നപ്പോൾ, ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ സംഭവിച്ചത്, പൗരോഹിത്യത്തിന് അവനെ തിരഞ്ഞെടുത്തു. നിന്നോട് കൂട്ടുകൂടരുത്, നിന്നോട് ബന്ധം വേണ്ട, നീ ശപിക്കപ്പെട്ടവനൊക്കെ എന്ന് ലോകം നിന്നെ മുദ്ര കുത്തട്ടെ. ആത്മാവ് പറയുന്നു, ഇല്ല, ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ പൊക്കിയെടുത്തു കൊണ്ടുവരൂ. ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, ലോകം ശപിക്കട്ടെ, ലോകം നിന്ദിക്കട്ടെ, അപമാനിക്കട്ടെ, നിങ്ങൾക്കെന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കാം. നിങ്ങളെന്താ ഇതിനോടൊക്കെ കൂട്ടുകൂടാത്തെന്ന് ചോദിക്കാം. ഒറ്റയ്ക്ക് നിൽക്കാൻ എത്ര പേര് തയ്യാറാകും? ഒറ്റയ്ക്ക് നിൽക്കാൻ എത്ര പേര് തയ്യാറാകും? ആരും നിൽക്കത്തില്ല, അപമാനിക്കും. ഇന്ന് പെന്തക്കോസ്തുകാരന്റെ വീട്ടിൽ പോലും അതേ അലങ്കാരങ്ങളോ അതുപോലെ തന്നെ അതേ സ്റ്റാറുമൊക്കെ തൂക്കി ആഘോഷങ്ങളായി മാറി ജാതികളോട് കൂടെ ഇടകലരുന്നുണ്ട്. ആമേൻ. എന്നാൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ദൈവത്തിന് വേണ്ടി നിന്നാൽ നിന്നെ ദൈവം ഉയർത്തും. വിശ്വസിച്ചാമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? വിശ്വസിച്ചാമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഉടവൽ കടക ക്ഷമന പ്രവച യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്, ജനിച്ചത് നമുക്ക് ആണ്ടിലാണ്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാനല്ല. അവൻ ജഡരക്തം എടുത്തത്, നമ്മളിൽ ഒരുവനായി തീർന്നത് എന്തിനാണെന്നറിയാമോ? പാപത്തിന് പരിഹാരം വരുത്താൻ. അത് വിളിച്ചു പറ. സുവിശേഷം അറിയിക്കണമെങ്കിൽ ഒത്തിരി മാർഗമുണ്ട്. ഒരു മൈക്ക് സെറ്റ് മേടിയില് വിളിച്ചു പറ. ഓരോ മുക്കിലും മൂലയിലും ചെന്ന് വിളിച്ചു പറ, യേശു നിങ്ങളുടെ രക്ഷകനാണെന്ന്, യേശു നിങ്ങളുടെ മശികയാണെന്ന്, യേശു കർത്താവ് സമാധാനം തരുമെന്ന്, യേശു ക്രിസ്തു രാജാവായി വരുന്നുവെന്ന്. ഇത് പറയാൻ ഒത്തിരി പ്രാക്ടീസ് വേണോ? ബൈബിൾ സ്കൂളിൽ പോകണോ? ചുമ്മാ അഭിനയിക്കുകയല്ലേ? പോട്ടെ, ആ വിഷയമല്ല. യേശു ജനിച്ചു. ഞാൻ 2:14 പറയാൻ വരുന്നത്. ഇന്ന് പകൽ നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഒരു വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇവിടെ നിൽക്കുകയാണ്. 2:14 ഇങ്ങനെ പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടെ ആകെകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തത്തോട് കൂടിയവനായി. അടുത്തതാണ് വിഷയം. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ. ഇങ്ങോട്ട് നോക്കിയേ, വാക്യം പറയുന്നു, മരണത്തിന്റെ അധികാരി ആരായിരുന്നു? പിശാച്. എന്നാൽ യേശു മരിച്ചതോടുകൂടി മരണത്തിന്റെ അധികാരി ആരായി? നിന്റെ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല. നിന്നെ തൊടാൻ ഒരുത്തനും കഴിയത്തില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു, ലോകം മുഴുവൻ എഴുതാകട്ടെ, ലോകം മുഴുവൻ നിന്നെ വെറുക്കട്ടെ, ലോകം മുഴുവൻ നീ കുറ്റക്കാരെന്ന് പറയട്ടെ, പക്ഷേ ദൈവം അനുകൂലമായിട്ട് നിന്നാൽ, കർത്താവ് കൂടെ നിന്നാൽ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. കർത്താവ് ഒന്ന് നിരൂപിച്ചാൽ ലോകം മുഴുവനെതിരായാലും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും കർത്താവ് കൈവിടത്തില്ല. അതാ ഞാൻ ലേവിയുടെ കാര്യം വിളിച്ചു പറഞ്ഞത്. അവന്റെ സഭയിൽ ചേരരുത്, മന്ത്രണത്തിൽ പങ്കെടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നത്തേതിൽ പറയണം അവനോട് പോയി ആലോചന ചോദിക്കാൻ. സ്തോത്രം. അതാ ദൈവത്തിന്റെ പദ്ധതി. ഇവിടെ നാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാകണം. കാലത്തിനൊത്തു തുള്ളുന്നവരാകരുത്. എത്ര പേര് യോജിക്കുന്നുണ്ട്? കാലത്തിനൊത്ത് മാറ്റം വരുത്തണം. അതുകൊണ്ടാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ പോകുന്നതും ഒക്കെ ശരിയാണ്.
പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, പുസ്തകത്തിന് മാറ്റമില്ല. There is no more change. ഒരു മാറ്റവുമില്ല, ഒരു വ്യത്യാസവുമില്ല. പുസ്തകത്തിന് എന്തില്ല? മാറ്റമില്ല. ഇടകലരുവാൻ, മായം വരുത്തുവാൻ, കൂട്ടിച്ചേർക്കുവാൻ പുസ്തകം അനുവദിക്കുന്നില്ല. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. അടുത്തത് കേട്ടോണം. കണ്ണ് തുറന്ന് ശ്രദ്ധിച്ചേ, കാത് തുറന്ന് കേട്ടേ. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? യേശുവിന്റെ മരണം കൊണ്ട് നമുക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം, അല്ലെങ്കിൽ യേശു ജനിച്ചത് കൊണ്ട് നമുക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം, ഇത് ആരും അറിയുന്നില്ല. യേശു ജനിച്ചതിന് ആണ്ടിലാണ്ടി പോയി യേശു കുഞ്ഞിനെ പൊക്കിയെടുത്തൊന്നും ജനിപ്പിക്കൊന്നും വേണ്ട. ആണ്ടെ ഒരു മൗനം വരുന്നുണ്ട്. സ്തോത്രം. കാരണം നമ്മളിൽ പലരും ഡിസംബർ 25 തന്നെ അപ്പവും കറിയും കഴിച്ചാലേ ഒരു സുഖം വരത്തുള്ളെന്ന് വിശ്വസിക്കുന്നവരാണ് പലരും. അങ്ങനെയുള്ളവരൊക്കെ സ്തോത്രം പറയാതിരിക്കും, അങ്ങനെയുള്ളവരൊക്കെ മിണ്ടാതിരിക്കും, എനിക്കറിയാം. സ്തോത്രം. പക്ഷേ കർത്താവ് ജനിച്ചതിൻ്റെ ഗുണം മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ നീക്കി. അടുത്തതാ വിഷയം, മരണപര്യന്തം അടിമകളായിരുന്ന നമ്മെ തൻ്റെ മരണത്താൽ വിടുവിച്ചു. വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ മരണത്തെ നീക്കുവാനും കൂടെ കർത്താവ് കാൽവറിയിൽ മരിച്ചത് എന്ന് പറഞ്ഞാൽ മരിക്കത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പിശാചിന് നിന്നെ തൊടാൻ കഴിയത്തില്ല, പിശാചിനെ തകർക്കുവാൻ കഴിയത്തില്ലെന്നേ. ഇതിനകത്ത് ജയം മുഴങ്ങട്ടെന്നേ, ഇതിനകത്ത് ജയം മുഴങ്ങട്ടെന്നേ, ഭയങ്ങൾ മാറട്ടെന്നേ. യേശു കർത്താവ് ഇതിനകത്ത് നടകൊള്ളട്ടെ. യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണം കൊണ്ട് തന്റെ മരണത്താൽ നമ്മെ വിടുവിച്ചെങ്കിൽ, മരണത്തിന്റെ ഭയങ്ങളെ മാറിയെങ്കിൽ, ആത്മാവിൽ ഞാൻ കൽപ്പിക്കുന്നു, ചില ഭീതികൾ മാറട്ടെ, ചില ഭയങ്ങൾ മാറട്ടെ, വെല്ലുവിളിക്കുന്ന അനുഭവങ്ങൾ മാറട്ടെ, പൈശാചിക പോരുകൾ അഴിയട്ടെ, വെല്ലുവിളികൾ അഴിയട്ടെ. ഞാൻ ഒറ്റ വിഷയം പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നത്, നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ആത്മാവിങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കും. നിന്നെ സ്തുതിക്കാൻ ജീവിച്ചിരിക്കണം. അതുകൊണ്ട് ആഗ്രഹിച്ചു, എൻ്റെ പ്രാണനെ ശത്രുഭയത്തിൽ ദൈവം വിടുവിച്ചിരിക്കുകയാണ്. ചിലർക്ക് സ്തോത്രം പറയാൻ തന്നെ പേടിച്ചൊക്കെയാ പറയുന്നത്. പേടിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഉറക്കെ എത്രയും സ്തോത്രം പറയാം, അത്രയും വിടുതൽ വ്യാപരിക്കും, അത്രയും വിടുതൽ വ്യാപരിക്കും, അത്രയും ദൈവശക്തി വ്യാപരിപ്പാനിടയാകും. സ്തോത്രം പറയുന്നവൻ പരാജയപ്പെടത്തില്ല, സ്തോത്രം പറയുന്നവൻ തോറ്റുപോകത്തില്ല, സ്തോത്രം പറയുന്നവൻ പുറകിൽ നിൽക്കേണ്ടി വരത്തില്ല. സ്തോത്രത്തിൽ നീ ഉയർത്തപ്പെടും. കാരണം അവിടുന്ന് സ്തുതികളിന്മേൽ അധിവസിക്കുന്ന ദൈവമാണ്. നമ്മുടെ സ്തുതികൾ ഉയരുമ്പോൾ അവിടുന്ന് സ്തുതികളിന്മേൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. വിശ്വസിച്ച് ഹല്ലേലൂയ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽ ഭയങ്ങൾ മാറ്റിക്കോണേ. അത്ഭുതങ്ങളെ കാണാൻ എത്ര പേര് തയ്യാറാ? അത്ഭുതങ്ങളെ കാണാൻ എത്ര പേര് തയ്യാറാകും? രണ്ട് കാര്യം പറഞ്ഞേച്ചു വേണം അത്ഭുതങ്ങളെ കാണുന്ന കാര്യം പറയാൻ. നാം വായിച്ച വാക്യത്തിലെ സങ്കീർത്തനത്തിൽ ഒരു പദം കണ്ടോ, ഇങ്ങനെ സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിന് അത്ഭുതങ്ങളൊക്കെയും കാണിക്കേണ്ടതിന്. നിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി, ഇംഗ്ലീഷ് ബൈബിൾ യൂസ് ചെയ്യുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ആ വാക്യങ്ങൾ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ. വേർഡ് 6ഉം 7ഉം അത് ചില ട്രാൻസ്ലേഷനിൽ
മലയാളവുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ അത് കാണുന്നത് ശരി, അതാണ് ശരിയായ ട്രാൻസ്ലേഷൻ. അതായത് 6-ാം വാക്യം മുകളിലും എഴുത്ത്, അങ്ങനെ മറ്റ് ട്രാൻസ്ലേഷനിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആശയക്കുഴപ്പമുണ്ടാകാതിരിപ്പാൻ ഞാനത് ഇടയ്ക്കൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ അത്ഭുതങ്ങളെ കാണണം, അത്ഭുതങ്ങളെ കാണണം. കാണുവാൻ ഓർപ്പിച്ചിരിക്കുന്നു, എൻ്റെ കൈകളെ ഞാൻ കുറ്റമില്ലായ്മയിൽ കഴുകുന്നു. ഒരു ചിന്ത കൈമാറുന്നു. അത്ഭുതം കാണണമെങ്കിൽ കൈകൾ എങ്ങനായിരിക്കണം? അത്ഭുതം കാണാൻ പോവുക, അത്ഭുതം കാണാൻ പോവുകയാണ്, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, അത്ഭുതങ്ങൾ കാണണം, അത്ഭുതങ്ങൾ കാണണം, അത്ഭുതങ്ങൾ കാണണം. അത് നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. കർത്താവിൻ്റെ ദൂതനാണോ കർത്താവാണോ എന്ന് എനിക്കറിയത്തില്ല. അതെ, ഒരു വലിയ അനർത്ഥം നടക്കേണ്ട സമയത്ത് ഒരു പെരയില് ഇങ്ങനെ കമ്പി ഓവർലാപ്പ് കിടക്കുന്നു, പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ ഈ കമ്പിയിൽ കയറി ചവിട്ടി, കമ്പി തന്നെ വെളിയിൽ കിടക്കുമ്പോൾ ആമേൻ. എന്നാൽ ഇന്നിങ്ങനെ പറയട്ടെ, ഒരു കൈ വന്നെന്നെ പിടിച്ചു കയറ്റി നേരെ താഴോട്ട് വീടിരുന്നെങ്കിൽ കല്ലുകൾ കൂട്ടിയിടുന്ന സ്ഥലത്താണ് വീഴേണ്ടിയിരുന്ന. വർഷങ്ങൾക്ക് മുൻപ്, 10-30 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് വീണ് പോയിരുന്നെങ്കിൽ ഇന്നിവിടെ നിൽക്കത്തില്ലായിരുന്നു. പിശാച് അന്ന് തള്ളിയിടുവാൻ ശ്രമിച്ചതാണ്. പക്ഷേ കമ്പി താണുപോയി, ഓവർലാപ്പ് കിടക്കുന്ന കമ്പി താഴേക്ക് പോയി. പക്ഷേ ഒരു കരമെന്നെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നത് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്, അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നു, അത്ഭുതങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ട്. കുടുംബ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, തലമുറകളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. നാളെ എന്താകുമെന്ന് ചിന്തിക്കുന്ന ഇടത്ത് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നു. യെസ്, കൃപാവരങ്ങളിൽ ഒന്നാണ് എന്താ? വീര്യ പ്രവർത്തികൾ. ദ ഗിഫ്റ്റ് ഓഫ് എക്സ്ട്രാഓർഡിനറി മിറക്കിൾസ്. അസാധാരണ വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വരമുണ്ട്. പരിശുദ്ധാത്മാവ് വീര്യപ്രവൃത്തികളെ ചെയ്യുന്ന ദൈവമാണ്. അപ്പോൾ അത്ഭുതങ്ങളെ കാണുവാൻ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിനും എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് സങ്കീർത്തനത്തിൽ 119 ഓർപ്പിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, അത് അടുത്ത് തന്നെയുണ്ട്. അത്ഭുതം എവിടെ ഉണ്ട്? അടുത്തുണ്ട്. ഹാഗാർ കരഞ്ഞു, ഒരു ഉറവ തുറക്കണമേ എന്ന്. പക്ഷെ ഉറവ എവിടാ കണ്ടെന്നറിയാമോ? പുത്തൂരിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൊട്ടാരക്കരയല്ല കണ്ടത്, തിരുവല്ലയിലല്ല കണ്ടത്, തിരുവനന്തപുരത്തല്ല കണ്ടത്. ഉറവ എവിടെ തന്നെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ കണ്ണ് തുറന്നു, നീരുറവ കണ്ടു, കുടിച്ചു. ഇന്ന് പകൽ കണ്ണുകളെ തുറന്നാൽ അടുത്ത ഒരത്ഭുതമുണ്ട്, അടുത്ത ദൈവപ്രവൃത്തിയുണ്ട്, തൊട്ടടുത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. വിശ്വസിച്ച് ആമേൻ പറയാമോ? തൊട്ടടുത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. വിശ്വസിച്ച് ആമേൻ പറയാമോ? വേഗത്തിലൊരു ദൈവപ്രവൃത്തിയുണ്ട്. അത് ആമേൻ പറയാമോ? വേഗത്തിലൊരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ആമേൻ പറഞ്ഞ് ആരാധിപ്പാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അത്ഭുതം അടുത്തുണ്ട്. അതെ, അത് തൊട്ടരികിലുണ്ട്. ഇന്ന് പകലും ദൈവപ്രവൃത്തിയായി അത് വെളിപ്പെടട്ടെ. അർത്ഥമാന ശബ്ദലബൗഡ് ചൂടൽക്കാര് ശൈതാവാര് അത് അടുത്തുണ്ട്. കണ്ണ് തുറന്ന് കാണ്, കണ്ണ് തുറന്ന് കാണ്. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഓ, ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടട്ടെ. യെസ്, നിന്റെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കേണ്ടതിന് ഞാൻ കുറ്റമില്ലായ്മയിൽ. അപ്പൊ അത്ഭുതം വർണ്ണിക്കണമെങ്കിൽ അത്ഭുതം കാണണം. വല്ലതും കണ്ടാലല്ലേ പറയാനൊക്കത്തുള്ളൂ. എത്ര പേര് മനസ്സിലാക്കുന്നു? ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മേരി കോവൂർ പറയുന്നൊരു ഉദാഹരണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
കള്ളനെ കണ്ട നായ ശക്തിയോടെ കുരയ്ക്കും. അത് കേട്ട നായ കുരയ്ക്കും. അത് കേട്ട നാ പിന്നെയും കുരയ്ക്കും. അങ്ങനെ ദേശത്തിലെ നായ്ക്കൾ മുഴുവൻ എന്ത് ചെയ്യും? കുരച്ചോണ്ടിരിക്കും. പക്ഷേ ഒടുവിൽ കേട്ടത് നിർത്തും. അപ്പോഴും കുരച്ചോണ്ടിരിക്കുന്ന ഒരാളെ കാണത്തുള്ളൂ. അതാരാന്നറിയാമോ? ഏത് നായാണ് കള്ളനെ കണ്ടത്? അത് കുര നിർത്തത്തില്ല. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, കർത്താവിനെ അനുഭവിച്ചറിഞ്ഞവന് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. കർത്താവിനെ അനുഭവിച്ചറിഞ്ഞവന് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല. ജീവിതത്തിൽ സൗഖ്യം അനുഭവിച്ചവന്, അത്ഭുതങ്ങളെ കണ്ടവന് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ആമേ. അതുകൊണ്ട് വർഷാവസാനം സ്തുതിയുടെ പെരുമഴ തീർക്ക്, സ്തുതിക്ക്, അത്ഭുതങ്ങൾ കാണട്ടെ. റംദ ലബഡ ശമന പ്രഭജ അലഗഥാ നമോരിഗൽ ഖേതമനെ ഉഡം തേരി മൽഖേരെ സഖന ഉദലചാരിയാലാദല ദേമാന്തര ശഖനദലെ. ഹല്ലേലൂയ. വേഗത്തിൽ മുൻപോട്ട് പോകണം. അത്ഭുതങ്ങൾ കണ്ടാലല്ലേ വർണ്ണിക്കാനൊക്കത്തുള്ളൂ. അനുഭവം ഉണ്ടായാലല്ലേ എന്തേലും പറയാനൊക്കത്തുള്ളൂ. ജീവിത അനുഭവമില്ലാത്തവർക്ക് എന്തോ പറയാൻ? അനുഭവം ഉള്ളവർക്കേ പറയാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാ 34 സങ്കീർത്തനം 8 വാക്യത്തിൽ പറയുന്നല്ലോ, നല്ലൊരു വചനം, യഹോവ നല്ലവനെന്ന് അനുഭവിച്ചറിയുവീൻ. അങ്ങനെയാ നല്ല മലയാളം വാക്ക്. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗോഡ്. ടേസ്റ്റ് ചെയ്തവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ അതെങ്ങനുണ്ടെന്ന്. കർത്താവിനെ അനുഭവിച്ചറിഞ്ഞവർ പറയും, എനിക്ക് സ്തുതിക്കണം, ഞാനത് കണ്ടു, ഞാനത് അനുഭവിച്ചു. പ്രധാനപ്പെട്ട ഒരു ചിന്ത പറഞ്ഞ് ഈ മെസ്സേജ് എങ്ങനെ അത്ഭുതം കാണുമെന്ന് പറഞ്ഞ് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, നിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കേണ്ടതിന് ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കൈ കഴുകി നല്ല പരിചയമായി. 2019 ഡിസംബർ മുതൽ ഏകദേശം 2021 കാലഘട്ടം വരെ കൈയോട് കൈ കഴുകുക. തൊട്ടായി കൈ കഴുകും, മുട്ടിയാ കൈ കഴുകും, നോക്കിയാ കൈ കഴുകും, വീട്ടിനകത്ത് കയറണേ കൈ കഴുകും, മുഴുവൻ കൈ കഴുകല. കൈ കഴുകി ഒരു പരുവമായി. സ്തോത്രം. കാര്യം ഇത്രയേ ഉള്ളൂ. കഴുകിയാ പോന്ന അണുവിനെ പേടിച്ച് വയ്യോളം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴുകിയവരല്ലേ ഇവിടെ ഇരിക്കും. ഇവിടെ ആരും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, ആരും കഴുകിയില്ലേ? അയ്യോ കൈ കഴുകുക. വീട്ടിൽ കയറുന്നതിന് മുമ്പ് ചോദിക്കും, മോനെ കൈ കഴുകിയോടാ. മുഴുവൻ സമയവും കൈ കഴുകുക. എത്ര പ്രാവശ്യമാണ് കഴുകിക്കൊണ്ടിരുന്നത്? കൈ കഴുകിൻ്റെ ബഹളം, സാനിറ്റൈസറിൻ്റെ ബഹളം. ചർച്ചകളുടെ മുൻപിൽ ഇതാ സാമാനം വെച്ചിരിക്കുന്നു, അത് കഴുകാനുള്ളത്, ഞെക്കാനുള്ളത്, ഓരോരുത്തർ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നു. സ്തോത്രം. ആ കാലഘട്ടത്തിൽ കർത്തൃമേശ കൊടുത്തപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്നറിയാമോ? ഗ്ലൗസ് ഇടും, പിന്നെ അതിന് മുമ്പ് കൈ കഴുകുക, ഇത് സാനിറ്റൈസ് ചെയ്യും. ഇതെല്ലാം ചെയ്ത ഗ്ലൗസ് ഇട്ടുകൊണ്ട് കർത്തൃമേശ പോലും നടത്തി എന്ന് പറഞ്ഞാൽ കഴുകിയാ പോകുന്ന ഒരു വൈറസിനെ പേടിച്ച്. സ്തോത്രം. അത്രയേ ഉള്ളൂ, അതിൻ്റെ ആയുസ് അത്രയേ ഉള്ളൂ. അതിന് അത്ര ചെയ്യാൻ കഴിയാൽ എന്ത് ചെയ്തോളൂ? വെള്ളം ഒഴിച്ച് കഴുകിയാ പോകുന്ന സാമാനമായിരുന്നു. പക്ഷെ ഭയങ്കര പേടിയായിരുന്നു. എത്രയോ കുടുംബങ്ങളെ തകർത്ത് കളഞ്ഞു, എത്രയോ പേരെ ഭീതിയിൽ ആഴ്ത്തിക്കളഞ്ഞു, എത്രയോ പേരെ ഞെരുക്കിക്കളയുവാൻ ഇടയായി തീർന്നു. കൈ കഴുകിൻ്റെ ബഹളം. ഇവിടെ സങ്കീർത്തനം പറയുന്നു, ഞാൻ എന്ത് ചെയ്യാണ്? കൈ കഴുകും. എന്തിനാ? അത്ഭുതം കാണാൻ. ഞാൻ എന്തിനാ ഈ കൈ കഴുകുന്നറിയാമോ? അത് ഡയറക്റ്റ് ആയോണ്ടല്ല. നമ്മളൊക്കെ കല്യാണത്തിന് പോയ കൈ കഴുകിയിട്ടാണോ കഴിക്കുന്നത്? ഒരെണ്ണം പോലും കഴുകത്തില്ല. എവിടെയെങ്കിലും ചെന്നാൽ എന്ത് ചെയ്തോളൂ അങ്ങ്. എന്തെല്ലാം അണുക്കള പറ്റുന്നതെന്നറിയാമോ? വാസ്തവത്തിൽ ഞാൻ ഈ കൊറോണ കാലത്ത് മനസ്സിലായത്, കൈ കഴുകിയിട്ടേ കഴിക്കാവുള്ളൂ. അതുകൊണ്ട് വല്ല മാർഗം ഉണ്ടേ കൈ കഴുകിയിട്ട് കല്യാണത്തിനൊക്കെ പോയാലും കഴിക്കാൻ ശ്രമിക്കത്തുള്ളൂ. പിന്നെ ഒരു മാർഗവും ഇല്ല. എന്ത് ചെയ്യും? ആ തൂവാലയിലൊക്കെ ഒന്ന് തുടച്ചേച്ചങ്ങ്. എന്നാലും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൈ കഴുകിയിട്ട് വേണം. എൻ്റെ മോനാന്ന് തോന്നുന്നു, കൊച്ചു ക്ലാസ്സിൽ LKG-ലോ UKG-ലോ പഠിച്ചപ്പോൾ, കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ,
ഞങ്ങളുടെ കൊച്ചെന്തിയെ അവരൊക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിക്കും. അവരുടെ എന്താ പറയുക, വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. പഠിച്ചിട്ടില്ലേ? ഈറ്റിംഗ് പഠിച്ചിട്ടില്ലേ? വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ബിഫോർ ഈറ്റിംഗ് നമുക്കൊരു ശീലമില്ലായിരുന്നു. സ്തോത്രം. ഇപ്പോഴും അതൊക്കെ തന്നെ. വല്ല ചാൻസ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വിടും. പക്ഷെ ഇവിടുത്തെ കൈ കഴുകൽ അതല്ല വിഷയം. നീ ഒന്ന് കൈ കഴുകണം. ശരിക്ക് കൈ കഴുകണം. ആ ഭാഗമാണ് ഞാൻ വിശദമാക്കാനിരുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് ആമേൻ ഇന്ന് പകൽ തൊട്ട് പറയാനേ നിയോഗം തരുന്നുള്ളൂ. വിശദമാക്കുവാൻ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ നടത്തിയത് കൊണ്ട് ഞാനൊരു വാക്യം നിങ്ങളുടെ മനസ്സിലേക്ക് തരാം. ആവർത്തന പുസ്തകത്തിലെ 21-ാം അധ്യായത്തിൽ നിന്നും അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളൊന്ന് വായിക്കണം. ഡ്യൂട്രോണമി ചാപ്റ്റർ 21, 6 and 7. ആവർത്തന പുസ്തകം 21-ന്റെ 6, 7. കൊല്ലപ്പെട്ടവന് തന്റെ പട്ടണത്തിലെ മൂപ്പന്മാരെല്ലാവരും ആ ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്ന് അതിന്റെ കഴുത്തൊടിച്ചിട്ട് അതിന്റെ മേൽ എന്ത് ചെയ്യണം? കൈ എന്ത് ചെയ്യണം? കഴുകണം. ഞാൻ തൊട്ട് പറയാൻ വരുന്ന വിഷയം എന്താണെന്ന് ഇത് ശ്രദ്ധിച്ചോണം കേട്ടോ. ആരെങ്കിലും മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു, ആരാ ചെയ്തതെന്ന് അറിയുന്നില്ല. കുറ്റം ആരുടെ മേലും എന്ത് ചെയ്യരുത്? വരരുത്. കുറ്റം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു പശുക്കിടാവിനെ എടുത്ത് അതിന്റെ കഴുത്തൊടിച്ചിട്ട് അതിന്റെ മേൽ എന്ത് ചെയ്യണം? കൈ കഴുകണം. അപ്പൊ കൈ കഴുകിയില്ലെങ്കിൽ കുറ്റം ആരുടെ മേലിരിക്കും? ഈ മൂപ്പന്മാരുടെ മേലിരിക്കും. ആത്മീയ അർത്ഥം മനസ്സിലായിക്കോ? കൈ കഴുകിയില്ലെങ്കിൽ, വിശുദ്ധി പ്രാപിച്ചില്ലെങ്കിൽ, വിശുദ്ധ ജീവിതം നയിക്കുന്നില്ലെങ്കിൽ, ശുദ്ധ മനസ്സാക്ഷി അല്ലെങ്കിൽ, ആകെ ക്ലിയർ അല്ലെങ്കിൽ അത്ഭുതം കാണത്തില്ലെന്ന്. കുറ്റം നിന്റെ മേലിരുന്നാൽ, പാപം നിന്റെ മേലിരുന്നാൽ, പാപം അധിവസിച്ചാൽ, എന്തിനേറെ പറയുന്നു, സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ നീ അഗ്നി നരകത്തിന് യോഗ്യനാകും. മൂഢ എന്ന് വിളിച്ചാൽ ന്യായാധിപ സഭയുടെ മുൻപിൽ അയ്യോ നീ നിൽക്കേണ്ടി വരും. മത്തായി 5 വീട്ടിൽ പോയി പഠിച്ചോ. അപ്പോൾ ഈ കുറ്റം എവിടെ കിടക്കുക? സ്തോത്രം. ഒരുത്തനെ തല്ലിയച്ച് പോയില്ല, പണിയും നോക്കാൻ പറഞ്ഞ കാര്യം നടക്കുവോ? അബദ്ധവശാൽ വന്നാൽ സോറി, സംഭവിച്ചു പോയി. ഒരു സോറിക്ക് വലിയ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കഴിയും, വലിയ പ്രതിസന്ധിയെ മാറ്റാൻ കഴിയും. വചനം അങ്ങനെ പഠിപ്പിക്കുന്നു. അബദ്ധം വന്നവൻ, അബദ്ധവശാൽ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? കൈ കഴുകണം. വിശദമാക്കുവാൻ കഴിയുന്നില്ല. ഇതെന്തിനു നിഴലായിട്ട് നിൽക്കുന്നെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്നതിനെ, പുരോഹിതന്മാർ കൈ കഴുകുന്നതിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 30-17 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു. ആസാബ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, 73-ാമത്തെ സങ്കീർത്തനത്തിൽ, ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകൾ കഴുകിയത് വ്യർത്ഥമായി പോയോ എന്ന് പോലും ചിന്തിച്ചു. കാരണം അഹങ്കാരികളെ കണ്ടപ്പോൾ അവർക്കല്ല എന്താ, അവർക്ക് വലിയ ഉയർച്ചയാണ്. അവരെല്ലാം അങ്ങ് തടിച്ചു കൊഴുത്തിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? മെലിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. ഞാൻ ആകെ പ്രശ്നത്തിലിരിക്കുകയാണ്. അപ്പൊ ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ കുറ്റമൊന്നും ഇല്ല, ഈ കുറ്റമില്ലായ കൈ കഴുകിയത് പോലും. ഇന്ന് പകൽ അങ്ങനെ ചിന്തിക്കുന്നവരോടും ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, നീ കൈ കഴുകുന്നത്, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നത് വൃഥാവല്ല കേട്ടോ. നീ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നത് വൃഥാവല്ല. ആമേൻ. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് വൃഥാവല്ല. റിസ്ക് എടുക്കാൻ എത്ര പേര് തയ്യാറാകും? ഞാനൊരു വചനം സമാപന സന്ദേശത്തിലേക്ക് വരികയാണ്. സമാപന ഭാഗത്തേക്ക് ഒരു വചനം കൈമാറാം. സങ്കീർത്തനം എന്നെടുക്കണം. നീ എവിടെ അത്ഭുതം കാണുമെന്നറിയാമോ? അതാണ് വിശദമാക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇന്നത്തെ സന്ദേശത്തില്. നീ കൈ കഴുകിയാൽ എങ്ങനെയുള്ള അത്ഭുതം എവിടെ കാണുമെന്നറിയാമോ? 107-ാം സങ്കീർത്തനം എന്നെടുക്കണം. 107-ാം സങ്കീർത്തനത്തിലെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. 22 മുതൽ. Psalms 107, 107, 22 onwards. സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും
സംഗീതത്തോടുകൂടെ അവന്റെ പ്രവർത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കണം, സ്തോത്രയാഗം കഴിക്കണം, സംഗീതത്തോടുകൂടെ അവന്റെ പ്രവർത്തികളെ വർണ്ണിക്കട്ടെ. അതുകൊണ്ടാണ് അഭിഷക്ത നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്നവർ പാടുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും, ദൈവത്തെ അവർ സ്തുതിപ്പാൻ ഇടയായിത്തീരും. നല്ല എക്സോട്ടേഷനുകളാണ് ഈ പുൽപ്പിറ്റിൽ നിന്ന് ഉയരുന്നത്. നിങ്ങളെ ബലപ്പെടുത്താം, അത് അന്നേരം അങ്ങ് ഏറ്റെടുത്തോണം. അടുത്ത വാക്യം, കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ, പെരുവെള്ളത്തിൽ വ്യാപാരം ചെയ്തവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം, എവിടെ അത്ഭുതം കാണും? ആഴിയിൽ അത്ഭുതം കാണും എന്ന് പറഞ്ഞാൽ ആഴി സമുദ്രം ആണോ? ആഴി സമുദ്രമാണോ? ആണോ? ആർക്കറിയാം? മലയാളം പഠിച്ചിട്ടുണ്ടോ? സമുദ്രത്തിന്റെ പര്യായം പഠിച്ചിട്ടുണ്ടോ? ശരിയാണോ? ആഴി, സമുദ്രം, കടല്, രണ്ട് മാർഗ് ഞങ്ങളൊക്കെ മേടിച്ച സ്തോത്രം. കടലിന്റെ പര്യായം. അപ്പോൾ കടലിൽ അത്ഭുതം സംഭവിക്കുമോ? കടൽ പ്രക്ഷുബ്ധമാണ്, പ്രതിസന്ധി നിറഞ്ഞതാണ്. ആ വാക്യം അത്ര വിശദമാക്കുവാൻ കഴിയുന്നല്ലോ. മുക്കിക്കളയുന്നതാണ്, തകർത്ത് കളയുന്നതാണ്. സാധ്യതയില്ല അവിടെ. പക്ഷെ ആഴിയിൽ വചനം പറയുന്ന ഒരു സാധ്യതയുണ്ട്. ആഴിയിൽ അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളുടെ നടുവിൽ അത്ഭുതമുണ്ട്. യെസ്, പ്രതികൂലങ്ങളുടെ നടുവിൽ അത്ഭുതമുണ്ട്. വിശ്വസിപ്പാൻ കഴിയുന്ന എത്ര പേരുണ്ട്? റിസ്ക് എടുക്കുവാൻ തയ്യാറായാൽ അത്ഭുതം കാണും. പരീക്ഷ എഴുതാൻ തയ്യാറാകുന്നവര് റിസ്ക് എടുക്കും. മുൻപോട്ട് പോ. ആമേൻ. ഭയങ്ങളെ മാറ്റി മുൻപോട്ട് പോ. ഈ വചനം ഇന്ന് പകൽ വിളിച്ചു പറയും, ഞാൻ ആഴിയിൽ അത്ഭുതം കാണും, സമുദ്രത്തിൽ അത്ഭുതം കാണും. സമുദ്രം മുക്കിക്കളയാൻ നിൽക്കുമ്പോൾ, തകർത്ത് കളയാൻ നിൽക്കുമ്പോൾ അവിടെ അത്ഭുതമുണ്ട്. ആഴത്തിലേക്കൊന്ന് ഇറങ്ങണം, മുൻപോട്ട് പോകണം. യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ, അയ്യോ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടോ ഒന്നും കിട്ടിയില്ല, പക്ഷേ ഒരു കാര്യം ആഴത്തിലേക്ക് നീക്കി വലയിറക്കി. ശിഷ്യന്മാർ പറയുന്നു, കടൽ ഞങ്ങൾക്ക് പരിചയമാണ്, എവിടെ മീൻ കിട്ടുമെന്നറിയാം, ഏതൊക്കെ മീൻ കിട്ടുമെന്നറിയാം, എത്ര കിട്ടുമെന്നറിയാം. പക്ഷേ കർത്താവ് പറഞ്ഞ ആഴത്തിലേക്ക് നീക്കാൻ പറഞ്ഞാൽ സമുദ്രത്തിനകത്ത് വഴിയുണ്ട്, സമുദ്രത്തിനകത്ത് അത്ഭുതമുണ്ട്, കടലിനകത്ത് അത്ഭുതം കിടപ്പുണ്ട്. പക്ഷെ അത് കാണണം. ശിഷ്യന്മാരത് കണ്ടു, ശിഷ്യന്മാരത് അനുഭവിച്ചു, ശിഷ്യന്മാരത് മനസ്സിലാക്കി. കർത്താവിൻ്റെ വാക്കിന് അപ്പൊ തന്നെ ചില നിരാശയുടെ വാക്കുണ്ട്. ഒരു വാക്ക് ഞാൻ പറയാം. യായിറോസിന്റെ വീട്ടിലേക്ക് യേശു പോകാൻ നേരം ഒരു പ്രിയപ്പെട്ടവൻ ചോടി വന്നേച്ച് പറയും, ഇനി അങ്ങോട്ടെങ്ങും ഗുരുവിനെ വിടണ്ട, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനാണ്. ഗുരു ഇനി അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. ഫിയർ നോട്ട്, ബിലീവ് ഇൻ ജീസസ്. ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും? ആമേൻ. അതാണ് അത്ഭുതങ്ങളെ കാണണമെന്ന് പറയുന്നത്. ഒന്ന് കൈ കഴുകാൻ തയ്യാറാകാമോ? വിശുദ്ധിയുടെ കയ്യിലേക്ക് വരാമോ? ആമേൻ. സകല കയ്യിലിരിപ്പും മാറ്റണം കേട്ടോ, സകല കയ്യിലിരിപ്പും മാറ്റണം. ഞോണ പറയുന്നതും കഴിഞ്ഞ ദിവസം ബീമോൻ ചെമ്പാഷ് പ്രസംഗിച്ചപ്പം പറഞ്ഞതുപോലെ, ഭാര്യയോട് വഴക്കുണ്ടാക്കിയിട്ടില്ലെന്ന് ആരേലും പറഞ്ഞാൽ അവൻ ആ ഭൂമിയിലെ ഏറ്റവും വലിയ നുണയൻ. സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ സത്യം പറയണം, സത്യം പറയണം. നുണ പറയുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് നിർത്തണം. വ്യാജം പരത്തുന്ന പരിപാടി ഉണ്ടെങ്കിൽ നിർത്തണം. 22 പുറപ്പല്ലത പറഞ്ഞ വ്യാജ വർത്തമാനം
പരത്തരുത്, വ്യാജവർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കരുത്. ആമേൻ. ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ പഠിപ്പിക്കുന്നിടത്ത് പക, പിണക്കൻ, ജാരശങ്ക, ക്രോധം, ക്രോധം, അതെ, ദ്വന്ദ്വപക്ഷം, അസൂയ, ഇതെല്ലാം എന്ത് ചെയ്തോണം? എടുത്തു കളഞ്ഞ് കഴുകി മാറ്റിയിട്ട് യേശു പറയുന്ന ആ വാക്ക് കാര്യമാക്കണ്ട. ഇന്നും അത്ഭുതമുണ്ട്, ഇന്നും യേശുവിന് കഴിയും. ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. നിങ്ങൾ ലോകം മുഴുവൻ 151 ദിവസം കൊണ്ട് ചുറ്റിയ ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. എത്ര പേർക്കറിയാം? ഇങ്ങനെയുള്ളതൊക്കെ പഠിക്കാൻ ആർക്കാ നേരമില്ലേ? ആരാ പറഞ്ഞേ? ഇത്ര അറിവുണ്ടായിരുന്നോ? സ്തോത്രം, ആമേൻ. വളരെ സന്തോഷം കേട്ടോ, വളരെ സന്തോഷം. എനിക്കിങ്ങനെ പറയുന്നവരോട് ഇഷ്ടമാണ്. അഭിലാഷ് ടോമി, കമാൻഡർ, അതെ, 151 ദിവസം കൊണ്ടൊരു പായ്ക്കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു മരക്കീറുണ്ട്, ഒരു പായുണ്ട്. ഇതുകൊണ്ട് 151 ദിവസം എടുത്ത് ലോകം മുഴുവൻ ചുറ്റി അഭിലാഷ് ടോമി. ശ്രദ്ധിക്കണം, തൻ്റെ അനുഭവം ശ്രേഷ്ഠമാണ്. ഒരു ദിവസം കാറ്റടിച്ചു, 40 മൈൽ, 50 മൈൽ, 70 നോട്ടിക്കൽ മൈൽ കാറ്റടിച്ചു. കാറ്റടിച്ചപ്പോൾ താൻ സമുദ്രത്തിനകത്താ. സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നു. തൻ്റെ പാ കീറിപ്പോയി, തകർന്നു പോയി, തണുത്ത് വിറയ്ക്കുന്നു, മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഹലോ, വലിയ കപ്പലിന്റെ കാര്യമല്ല പറയുന്നേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? ചെറിയ പായ്ക്കപ്പൽ, ജീവിതം തകർന്നു പോയി. എന്നാൽ കടലിൽ ദൈവം ഇറങ്ങി വരും, കടലിൽ അത്ഭുതം നടക്കും, സമുദ്രത്തിൽ അത്ഭുതം കാണും. തൻ്റെ ജീവിതം തകർന്നു വന്നു പോയപ്പോൾ താൻ പറഞ്ഞ വാക്ക് ഞാനിങ്ങനെ പറയാം: കടലിൽ ലളിതമായി ജീവിക്കാൻ പഠിച്ചു, കരയിൽ വന്ന ശേഷവും ലളിതമായി ജീവിക്കാൻ പഠിച്ചു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നു, അതിന് കടല് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ താൻ പായ്ക്കപ്പലിൽ 151 ദിവസം യാത്ര ചെയ്തപ്പോൾ കഴിക്കാനില്ല. ലളിതമായ ജീവിതം, ചെറിയ ജീവിത രീതി. ചില ശോധന ജീവിതത്തിൽ വന്നത് കരയിലൂടെ അങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കാൻ. എത്ര പേരങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? കടൽ ഭയം നിറഞ്ഞതാണ്, കൊടുങ്കാറ്റടിക്കുന്നതാണ്, തകർത്ത് കളയുന്നതാണ്. ഒരു പായ്മരം കൊണ്ട് ആ പായ്മരം ചിലപ്പോൾ ഒടിഞ്ഞു പോകും, മരണം സംഭവിക്കും. ഒരു ദിവസം 70 മൈൽ നോട്ടിക്കൽ മൈൽ കാറ്റടിച്ചു, മരണം മുഖാമുഖം കണ്ടു. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. തൻ്റെ അനുഭവത്തിൽ താൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: കടലിൽ അത്ഭുതമുണ്ട്. മരണം സംഭവിക്കുമെന്ന് കണ്ടപ്പോൾ കടലിൽ പായ്ക്കപ്പലിൽ യാത്ര ചെയ്യുന്ന അഭിലാഷ് ടോമി എന്ന് പറയുന്ന വ്യക്തി തൻ ജീവിതത്തിൽ ആദ്യമായി മുകളിലേക്ക് നോക്കി, ദൈവമേ എന്ന് വിളിച്ചു. താൻ മരിക്കാൻ പോവുക, ഇനിയും സാധ്യതയില്ല. പാക്കീറിപ്പോയാൽ അറിയാവുന്നവർക്കറിയാം, പ്രസംഗം മനസ്സിലായെങ്കിൽ അറിയാം, പാക്കീറിപ്പോയാൽ പിന്നെ ഓടുവോ? പാക്കീറുന്നു, ജീവിതം തകർന്നു പോകുന്നു. മുകളിലേക്ക് നോക്കി ദൈവമേ എന്ന് വിളിച്ചപ്പോൾ തൻ്റെ അനുഭവത്തിൽ വായിച്ചതും അറിഞ്ഞതും ഇങ്ങനാണ്: 70 മൈൽ നോട്ടിക്കൽ മൈൽ അടിക്കുന്ന കാറ്റ് ശാന്തമായി, കൊടുങ്കാറ്റ് ശാന്തമായി. തൻ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ സമുദ്രത്തിലും അത്ഭുതമുണ്ട്, കൊടുങ്കാറ്റിനകത്ത് അത്ഭുതമുണ്ട്. ഇത് കാണണമെങ്കിൽ മോളിലോട്ട് നോക്കണം, ഇത് കാണണമെങ്കിൽ കൈകൾ കഴുകണം, ഇത് കാണണമെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കണം, ഇത് കാണണമെങ്കിൽ ദൈവത്തിലേക്ക് തിരിയണം, അത്ഭുതം കാണണമെങ്കിൽ മോളിലോട്ട് നോക്കണം. ജീവിതത്തിൽ സമുദ്രത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എത്ര പേരുണ്ട്? അയ്യോ, പായ്മരം ഒടിയാറായി, പാക്കീറാറായി, മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. പക്ഷേ ഒരു ചാൻസ്, മുകളിലോട്ട് നോക്കിയാൽ അത്ഭുതം കാണും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? മുകളിലോട്ട് നോക്കിയാൽ അത്ഭുതം കാണും. പലരും മുകളിലോട്ട് നോക്കാറില്ല. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കുട്ടി താഴെ നിൽക്കുന്നു, മുകളിൽ നിന്നാരോ മുട്ടായി ഇട്ട് കൊടുത്തു. ഓടിച്ചൊന്ന് മുട്ടായി എടുത്ത് അത് കഴിച്ചു.
വീണ്ടും മുട്ടായിട്ട് കൊടുത്തു, അതെടുത്ത് കഴിച്ചു. വീണ്ടും മുട്ടായി കൊടുത്തു, അതെടുത്ത് കഴിച്ചു. പക്ഷേ മോളിലോട്ട് നോക്കുന്നില്ല. ഒരു ചെറിയ കല്ലെടുത്ത് താഴേക്കിട്ടു, അത് തലയിൽ പതിച്ചു. അപ്പോൾ മുകളിലേക്ക് നോക്കി. ജീവിതത്തിൽ നന്മ പ്രാപിക്കുമ്പോൾ പലപ്പോഴും മോളിലോട്ട് നോക്കാറില്ല. തിന്മ വരുമ്പോഴാണ് നോക്കുന്നത്. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, അനർത്ഥം വരുന്നതിന് മുന്നമേ, ആണ്ട് കഴിയുന്നതിന് മുൻപമേ അത്ഭുതം കാണാൻ മുകളിലേക്ക് നോക്കിയാൽ ദൈവം അത്ഭുതം കാണിക്കും. അഭിലാഷ്ടോമിയുടെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി ദൈവമേ എന്ന് വിളിച്ചപ്പോൾ പായ്ക്കപ്പലിന്റെ ഓട്ടം സ്തംഭിച്ചു പോയത്, കീറിയത്, ആ നൗക തകർന്നത്, അത് ശാന്തമാക്കി തന്റെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ there is a chance for you. നിങ്ങൾക്കും ഒരു ചാൻസ് ഉണ്ട്. ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാൻ ബന്ധപ്പെടുന്നു. സമയങ്ങൾ കഴിയുന്നല്ലോ. വായിച്ച തിരുവചനത്തിലേക്ക് മടങ്ങി വരുന്നു. സങ്കീർത്തനം 26-ന്റെ 6-ാം വാക്യം, സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിന്, നിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കേണ്ടതിന് ഞാൻ കുറ്റമില്ലായ്മയിൽ കൈ കഴുകുന്നു. 175-ാം വാക്യം 119-ാം സങ്കീർത്തനത്തിൽ നിന്ന് ആത്മാവ് അർപ്പിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിനെ എനിക്ക് ഇനിയും സ്തുതിക്കണം. എനിക്ക് അത്ഭുതങ്ങളെ കാണണം. ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഈ വർഷാവസാനത്തെങ്കിലും ഒരു ദൈവപ്രവൃത്തി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? തകർന്നുപോയി, സാധ്യതയില്ല, ഭയങ്ങളാ, മുഴുവൻ ഭയമാ, പരീക്ഷയെ പേടിയാ, മുൻപോട്ടുള്ള ജീവിതത്തെ ഭയമാ, രോഗത്തെ ഭയമാ, ശരീരത്തിലുള്ള ബലഹീനതകളെ നോക്കി ഭയമാ, ഞാൻ തളർന്നു പോകുമെന്ന് ചിന്തിക്കുന്നു. ഇല്ല കുഞ്ഞെ, ഇല്ല കുഞ്ഞെ, മരണത്തിന്റെ അധികാരിയെ തകർത്തവൻ ഇവിടെയുണ്ട്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തകർത്ത ദൈവം ഇവിടെയുണ്ട്. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്. ഇന്നത്തെ ആരാധനയിൽ കണ്ണ് തുറന്ന് അത്ഭുതങ്ങളെ കാണ്, കൈ കഴുകിക്ക്. അത്ഭുതങ്ങളെ കാണ്, കൈ കഴുകിയാൽ കണ്ണ് തുറന്നാൽ അത്ഭുതം അടുത്തുണ്ട്. വിശുദ്ധി അത്ഭുതങ്ങളെ കാണട്ടെ, അത്ഭുതങ്ങളെ കാണട്ടെ, അത്ഭുതം കാണട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് കുറ്റമില്ലായ്മയിൽ കൈകൾ കഴുകട്ടെ. പീലാത്തോസ് കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അതിന്റെ അർത്ഥം ഞാൻ കുറ്റവാളിയല്ല, ഞാനും നിങ്ങളും കുറ്റവാളിയാകാതെ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പറയണം, കർത്താവേ ഞാൻ കൈ കഴുകും, അത്ഭുതം കാണണം. കണ്ണുകൾ തുറക്കുന്ന അത്ഭുതം കാണണം. പ്രാർത്ഥിച്ചേ, കൈ ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം കാണണം. എനിക്ക് അത്ഭുതം കാണണം. ഇന്നൊരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ കാണണം. ആഗ്രഹിക്കുന്നവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് ഏൽപ്പിച്ചേ, കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് ഏൽപ്പിച്ചേ. കർത്താവേ, ഇന്ന് പകൽ അതെ എനിക്ക് കുറെ കൂടെ വർണ്ണിക്കണം, എനിക്ക് കുറെ കൂടെ സ്തുതിക്കണം. ദൈവം ചില ഉപകാരങ്ങളെക്കുറിച്ച് എനിക്ക് വർണ്ണിക്കണം. അതുകൊണ്ട് എനിക്ക് ഇന്ന് പകൽ ചില അത്ഭുതങ്ങളെ കാണണം. അടുത്ത ആഴ്ച ചില സ്തുതിക്കണം. ഈ ആഴ്ച ഒരു ദൈവപ്രവൃത്തി കാണണം, ഒരു ദൈവപ്രവൃത്തി കാണണം. ചിലരെ എൻ്റെ വീട്ടിലേക്ക് അയക്കണം, ചിലരെ എൻ്റെ കുടുംബത്തിലേക്ക് അയക്കണം, ചിലരെ എൻ്റെ പ്രശ്നത്തിലേക്ക് അയക്കണം. എൻ്റെ പ്രശ്നം മാറ്റം, എൻ്റെ ഭവനത്തിൽ ചില സഹായങ്ങളെ അയക്കണം, ചില ദൈവപ്രവൃത്തി അയക്കണം. തലമുറയുടെ വിഷയത്തിൽ ചില ദൈവപ്രവൃത്തി അയക്കണം. എൻ്റെ കുടുംബത്തിലേക്ക് ഒരു ദൈവപ്രവൃത്തി അയക്കണം. രോഗികളുടെ വിഷയങ്ങളിൽ ദൈവപ്രവൃത്തി അയക്കണം. കർത്താവേ, ഇന്ന് പകൽ അതിനേൽപ്പിക്കുന്നു. എനിക്ക് കാണണം, എനിക്ക് ജീവിച്ചിരുന്ന് വർണ്ണിക്കണം. ആഗ്രഹിക്കുന്നവർ കരമുയർത്തി സ്തോത്രം പറഞ്ഞ്, കരമുയർത്തി സ്തോത്രം പറഞ്ഞ് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു, കർത്താവിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. അതെ, എനിക്ക് കുറെ കൂടെ വർണ്ണിക്കണോ, എനിക്ക് സ്തുതിക്കണോ, അത്ഭുതങ്ങൾ വർണ്ണിക്കണം. അതിനെ ഞാൻ കുറ്റമില്ലായ്മയിൽ കൈ കഴുകുന്നു. സ്തോത്രസ്വരം കേൾപ്പിക്കണം, അതിനെ ഇന്ന് പകൽ ഏൽപ്പിക്കുന്നു. അടുത്ത ആഴ്ച തന്നെ ചില സ്തോത്രസ്വരം കേൾപ്പിക്കണം. ഇവിടെ വന്ന് സ്തോത്രം പറയണം. ഇന്നത്തെ ആരാധന എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു പറഞ്ഞ് സ്തോത്രം പറയണം. കുഞ്ഞേ, അത്ഭുതം കാണണം.
കാണട്ടെ. നിന്റെ ബുദ്ധിക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. നിന്റെ ശരീരത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഓ പ്രായമുള്ളവരെ, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി ശരീരത്തിൽ ഇറങ്ങട്ടെ. ഇപ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ ശരീരത്തിൽ അനുഭവിക്കട്ടെ, മനസ്സിൽ അനുഭവിക്കട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, ബലഹീനതകൾ മാറട്ടെ, പോരുകൾ അഴിയട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയം ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവേ, അത്ഭുതങ്ങളെ കാണട്ടെ. അത് സമുദ്രത്തിനകത്തുണ്ട്. അത് ഞാൻ ഒത്തിരി വിശദമാക്കിയില്ല, എന്നാൽ ഇങ്ങനെ പറഞ്ഞു: പ്രതിസന്ധികളുടെ നടുവിൽ നൗക തകർന്നു പോയാലും കീറിപ്പോയാലും അത്ഭുതമുണ്ട്. അത് വർണ്ണിക്കാൻ കഴിയും. വിശ്വസിച്ചാമൻ പറയാമോ? ഒറ്റ വാക്കിൽ പ്രാർത്ഥിക്കുന്നു. കരമുയർത്തിപ്പിടിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ശരീരത്തിൽ ഒരു വിടുതൽ വേണം. എൻ്റെ കുടുംബത്തിൽ ഒരു ദൈവപ്രവൃത്തി വേണം. എൻ്റെ തലമുറയ്ക്കൊരു വിടുതൽ വേണം. ഇന്ന് പകൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കാം. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കിയ കർത്താവേ, ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, ബലത്തെ അയക്കുന്നു. അത്ഭുതങ്ങൾ വർണ്ണിക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവ് അത് ചെയ്യും. സഭയുടെ അവസ്ഥകൾക്ക് മാറ്റം കൽപ്പിക്കും. കുടുംബങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം കൽപ്പിക്കും. ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷം മുഴക്കും. യേശുക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ സ്തുതിച്ച